കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഉയർന്ന മലയായ പൈതൽ മലയിലേക്ക് 37 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മനുഷ്യർ കയറിച്ചെല്ലാൻ ഭയന്നിരുന്ന ആ മലയുടെ മുകളിൽ തുടർന്ന് 13 വർഷക്കാലം തപസ്സനുഷ്ഠിച്ച ഒരു സന്യാസിനി സിസ്റ്റർ വിമല കരിക്കമഠം LSV. 13 വർഷക്കാലം ആ മലയുടെ മുകളിൽ പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും ചേർന്ന് ഏകാന്തതയിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന സിസ്റ്റർ ദൈവത്തെക്കുറിച്ച് തനിക്ക് കിട്ടിയ ഉൾക്കാഴ്ചകൾ ഇന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ്. സിസ്റ്ററിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. സിസ്റ്റർ സ്വാഗതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു 13 വർഷക്കാലം അല്ലേ, 1988 സിസ്റ്റർ അന്ന് മനുഷ്യരൊക്കെ ആദ്യം കയറി ചെല്ലാത്ത അല്ലെങ്കിൽ ഭയന്നിരുന്ന ഒരു മലയുടെ മുകളിൽ 13 വർഷക്കാലം ഒറ്റയ്ക്ക് ജീവിച്ചു. ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ആയാലും ഒരുപക്ഷെ ഭയക്കുന്ന ഒരു കാര്യമാണ് ഒരു മലയുടെ മുകളിൽ ഒരു സ്ത്രീ തനിയെ ഒറ്റയ്ക്ക് ഒരു ചെറിയൊരു കുടിലിൽ ജീവിക്കുന്നു എന്നുള്ളത്. വാതിൽ പോലും ഇല്ലാത്ത കുടിൽ, ഒരു സുരക്ഷയും ഇല്ലാത്ത കുടിൽ. ഞാൻ ആദ്യമേ ചോദിച്ചോട്ടെ, സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്തുക. സിസ്റ്ററിൻ്റെ വീട്, നാട് എന്നല്ല. എൻ്റെ നാട് ചമ്പക്കുളം കരിക്കമഠം. ചമ്പക്കുളം വലിയ പള്ളിയുടെ അടുത്തായിട്ടാണ് വീട്, അകലമില്ലാതെ. പിന്നെ മാതാപിതാക്കൾ അപ്പനും അമ്മയും മരിച്ചു. അച്ഛനൊരു ഇൻകം ടാക്സ് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ വിമോചന സ്വാതന്ത്ര്യ സമരകാലത്ത് വക്കീലില്ലാതെ കേസ് വാദിച്ചതിൻ്റെ പേരിൽ മുനിസിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളായതുകൊണ്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഗവൺമെൻറ്റിൽ ചേരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. കർമ്മലീത്ത മഠത്തിലോ ആരാധന മഠത്തിലോ അല്ലാതെ ചേർക്കില്ല എന്ന് ഒരു വാശി പിടിച്ചു. അങ്ങനെ വീട്ടുകാർ എങ്ങനെയാണ് ഈ കോൺവെന്റിൽ ചേരണമെന്ന് ഒരു ആഗ്രഹം വന്നത്? ഞാൻ കുർബാന സ്വീകരിച്ചപ്പോൾ കാവുകാട്ട് പിതാവ് വന്നു. അന്ന് കുർബാന സ്വീകരിച്ചപ്പോൾ പിതാവ് പറഞ്ഞ ഒരു വാക്ക്, മനുഷ്യരെ മുഴുവനായി സ്നേഹിക്കണമെങ്കിൽ അപ്പമായി തീർന്നാലേ പറ്റുള്ളൂ. കുർബാന സ്വീകരണ കാലത്ത് 7 വയസ്സിൽ തീരുമാനമാണ്. അപ്പോൾ അന്ന് 7 വയസ്സിലാണ്. അപ്പോൾ തന്നപ്പം ഒരു മനുഷ്യനെ അല്ലാതെ അവൻ്റെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തിച്ചേരാൻ പറ്റുന്ന ഭക്ഷണമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ അപ്പമായി തീർന്നത്. അപ്പം നമ്മൾ ഈശോയെ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈശോയായി മാറും എന്നൊക്കെ പിതാവ് ഒത്തിരി നല്ല കാര്യം പറഞ്ഞു. പക്ഷേ അതിൻ്റെ പിന്നിൽ പിതാവ് പറഞ്ഞ വലിയൊരു കാര്യം, വലിയൊരു ത്യാഗം അതിൻ്റെ പിന്നിലുണ്ട്. ആ ത്യാഗം ഏറ്റെടുത്താലേ അത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതെൻ്റെ മനസ്സിലിങ്ങനെ കുടികൊണ്ടു. ഞാൻ പട്ടുവം ഗവൺമെൻറ് പോകാനായിട്ടെല്ലാം റെഡിയായി. വീട്ടുകാരവിടെ നിന്ന് തന്നെ മാറ്റി. എത്രാമത്തെ വയസ്സിൽ? അന്നേരപ്പോഴത്തേക്കും ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് 7 വയസ്സിൽ കിട്ടിയ ഉൾക്കാഴ്ചയാണ് ഡിഗ്രി വരെ. വല്യപ്പനും വല്യമ്മയും പള്ളിയിലൊക്കെ വളവരമുള്ളത്തല്ല പള്ളിയിൽ പോകുന്നു. അപ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ കുറച്ച് ദൂരെ ഉള്ളതിലും പാലങ്ങളൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാവരും രാവിലെ വെള്ളിയാഴ്ച വൈകിട്ട് ഒരുക്കും. കുമ്പസാരത്തിന് ഒരുക്കും. കുമ്പസാരിക്കുന്ന കണക്ക് മറ്റുള്ളവർ ഉപദ്രവിച്ചതോ ഒക്കെ കുത്തിവരിച്ചതോ അങ്ങനെ കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഒരുക്കിയിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ പിന്നെ കിടന്നു കഴിഞ്ഞാൽ മിണ്ടാൻ പാടില്ല. മിണ്ടാതെ അങ്ങനെ നമ്മളെ ശരിക്കും ഒരു ആത്മീയത വളർത്തിയത് നമ്മുടെ വല്യപ്പനും വല്യമ്മയാണ്. എന്നിട്ട് അങ്ങനെ വളർന്ന് ഞങ്ങളങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ പിതാവ് പറഞ്ഞു, ആ മനസ്സിൽ ഈശോയുടെ സ്നേഹം, അതിൻ്റെ പിന്നിലെ ത്യാഗം, ഇതാണ് എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടു നടന്നത് കൊണ്ടാണ് ഞാൻ പട്ടുകുത്ത് പോകാനായിട്ട് തുടങ്ങി. ഉടനെ വീട്ടുകാർ എന്നെ സൂത്രത്തിൽ മാറ്റി.
അവർ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ അന്നേരപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ കുഷ്ഠരോഗികളെയൊക്കെ നോക്കാൻ പോകണം, വിടുകയല്ല, നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇന്ന് ചേർക്കാം. അപ്പോൾ കാട്ടാമ്പള്ളി പറഞ്ഞാൽ നമ്മുടെ കുടുംബക്കാർ ഒത്തിരി പേര് സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്കത് താല്പര്യമില്ല. അപ്പം നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഈ ത്യാഗവും ഇതുമാണല്ലോ. അപ്പോൾ ഇത് മനസ്സിൽ നമ്മൾ കൊണ്ടു നടന്നുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് പോയി. അത് മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അന്നേരപ്പെട്ടാണ് പള്ളാത്തുരുത്തിയിൽ ഒരു പിന്നെ കോൺവെൻറ്റ് തുടങ്ങി. അപ്പം ഞാൻ അവിടെ പോകുന്ന കാര്യം പറഞ്ഞ് 15 ദിവസത്തേക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞിട്ട് അച്ചായം കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പം ഞാൻ പറഞ്ഞു മധുരയിൽ നിന്ന് വിടല്ലേ, വിട്ടാൽ എന്നെ തിരിച്ചു വിടുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നു. വ്രതവാഗ്ദാനം കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയാൽ തിരിച്ചു വിടുകയെന്ന് എനിക്കറിയാം. എന്നിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്ന്. അപ്പോൾ അവിടെ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വയലൊക്കെ ഉണ്ട്. അവിടെ കൊയ്യുന്ന അന്നത്തെ കാലത്ത് ഈ പുലയുടെ അടിയാരന്മാരുണ്ട്. അടിയാരന്മാർ അവരാണ് നെല്ലൊക്കെ കൊയ്യുന്നത്. അപ്പം ഞങ്ങൾ കൊയ്യുന്ന ഒരു ഗവൺമെൻറ് ആയി ത്യാഗമുണ്ടല്ലോ അവിടെ, വെയിൽ കൊള്ളുന്ന കൊയ്യുന്ന. അപ്പം ഞാൻ കുഞ്ഞിലെ മുതൽ വെയിൽ കൊള്ളാതെ പഠിച്ചുകൊണ്ട് ഇപ്പോഴും വെയിലത്തിറങ്ങിയാൽ പൊള്ളും. വെയിലത്ത് കുഞ്ഞിലെ വെയിൽ കൊള്ളിക്കാതൊക്കെ പഠിപ്പിച്ചതാണ്. എന്നിട്ട് വെയിൽ കൊള്ളാതിരിക്കാനും വയലിലിറങ്ങാനും ഒന്നും അവർക്ക് ഇഷ്ടമില്ല. കാരണം എല്ലാവരും ജോലി കൊണ്ട് ജീവിക്കുന്നവരാണ്. ബാങ്ക് ജോലി, പിന്നെ അധ്യാപകർ ഒക്കെ, പാപ്പന്മാർ, അവരൊക്കെ ജോലി എന്നുള്ളതാണ്. അപ്പോൾ ഈ തൊഴിലെന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യുക, നിനക്ക് അങ്ങനെ പിന്നെ താല്പര്യമുണ്ടെങ്കിൽ വിടാം, പക്ഷേ 15 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോരണമെന്ന്. 15 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ പോരുകയില്ല. അപ്പം പാപ്പൻ്റെ മകനൊരെണ്ണം അതിലൂടെയാണ് പോകുന്നത്, വെള്ളാത്തുരുത്തി വഴിയാണ് ആലപ്പുഴയ്ക്കൊക്കെ പോകുന്നത്. അതിലേ പോകുമ്പോഴത്തേക്കിനും ഞങ്ങൾ ഈ കൊഴുപ്പെന്ന് പറഞ്ഞ സാധനമുണ്ട്, പശു ഉണ്ടായിരുന്നു. പുല്ല് പറിക്കുമ്പോഴത്തേക്കിനും പറയും തിന്നാനൊന്നും ഇല്ലാഞ്ഞിട്ട് അതേതാണ്ട് അവിച്ചാൽ തിന്നുന്നത്. അതായത് അന്നൊക്കെ അവർ കാരണം അങ്ങനെയൊക്കെ വലിയ പ്രശ്നമൊക്കെ അവർക്കൊക്കെ വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ താമസിച്ചു. പിന്നെ അങ്ങനെ പിന്നെ ജോലി ചെയ്തു, കൊയ്യാനൊക്കെ ഇറങ്ങി വെയിലത്തിറക്കല്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പിന്നെ TTCക്ക് വിട്ടു. വീട്ടുകാരുടെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അല്ലല്ല കൊണ്ടുവന്നില്ല, എന്നാലും കൊയ്യാനിറങ്ങാതിരിക്കാൻ TTCക്ക് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ എന്നത് പഠനം കഴിഞ്ഞ് ഞാൻ തിരിച്ച് പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങി. അതായത് ആദ്യം പിന്നെ നമ്മുടെ SC കോളേജിൻ്റെ ഇപ്പുറേ ഒരു പിന്നെ സ്ഥലത്ത് ഞങ്ങൾക്ക് പിന്നെ കോൺവെൻ്റ് ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് പിള്ളേരെ പഠിപ്പിക്കാൻ ഇരിക്കുമ്പോഴത്തേക്കിനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അക്കരെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ അവിടെയൊക്കെ അന്ന് ഏര് പൂട്ടാൻ വരുന്നവർ ഏര് പൂട്ടിയാൽ നെല്ലാണ് കിട്ടുന്നത്, കുരി. അതെല്ലാം ഷാപ്പിൽ പോയി അളക്കുക, കുടി. തെങ്ങുകളാണേലും അത് കുടിക്കുന്ന പൈസ വേണമല്ലോ. അന്നേരപ്പോഴത്തേക്കിന് അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കിന് പോയി അളത്ത് അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഉടനെ പിന്നെ ഞാൻ പറഞ്ഞു മദറിനോട് ചേച്ചി നമ്മൾ പോയി ഒന്ന് അവരെയൊക്കെ ഒന്ന് കണ്ട് നമുക്കൊരു ധ്യാനമൊക്കെ ആക്കാം. മദറിൻ്റെ ഞങ്ങൾ OCD ഭാഗമുണ്ട്. അപ്പോൾ വള്ളത്തെ കയറി അക്കരെ വെള്ളാത്തുരുത്തി ആറ് വലിയ ആറാണ്. അക്കരെ കയറി അക്കരെ പോയിട്ട് എല്ലാ വീട്ടിലും ചെല്ലി എത്ര വർഷമായി കുമ്പസാരിച്ചിട്ട് എങ്ങനെ ആയി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ വരുമ്പം കരയും. കാരണം ഭക്ഷണം കഴിക്കാതെ വരുന്നത്. കാരണം ഈ അപ്പൻ അങ്ങനെ ധ്യാനം വന്നപ്പോഴത്തേക്കിന് പിന്നെ ശരിക്കും ധ്യാനത്തിൻ്റെ സമയത്ത് എല്ലാവരും കുമ്പസാരിക്കാനൊക്കെ വന്നു. അപ്പോൾ നമ്മളെല്ലാവരും അറിയുന്നതായതുകൊണ്ട് സ്വന്തം നാടാണല്ലോ. വലിയ പള്ളിയുടെ കൊച്ചുപള്ളിയാണ് വെള്ളാത്തുരുത്തി പള്ളി. അപ്പോൾ ഒരു ഇടവകയുടെ കീഴിലുള്ള സ്ഥലം തന്നെ. അപ്പോൾ നമ്മുടെ വീട്ടുകാരാണ് ഒത്തിരി ഉണ്ട് അവിടെ. അപ്പോൾ ഈ അക്കരെ താമസിക്കുന്ന പുഴയ്ക്ക് അക്കരെയുള്ള എല്ലാം ഭാഗങ്ങളാണ്, അവരുടെ വീടാണ് കൂടുതൽ. എന്നിട്ട് ധ്യാനം കഴിഞ്ഞ് കുമ്പസാരത്തിന് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് 5 മണി വരെയും, അതിന് ശേഷം ആണുങ്ങൾക്ക് കുമ്പസാരം. എന്നിട്ട് അവിടെ എല്ലാവരും വന്നു. അപ്പോൾ ആദ്യം നമ്മൾ സ്ലിപ്പ് കൊടുക്കും, ഇത്ര വർഷമായി കുമ്പസാരിച്ചിട്ട് എന്നുള്ളത് സ്ലിപ്പ് അച്ഛൻ്റെ ഓരോന്ന് കൊടുത്തിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് കുമ്പസാരിച്ചാൽ, പക്ഷേ അന്നത്തെ മനുഷ്യർ നിഷ്കളങ്കരാണ്, അവർ ശരിക്കും കുമ്പസാരിക്കാനൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി 9 മണിയായപ്പോൾ 3 പേര് എൻ്റെ ലിസ്റ്റിലുള്ള 3 പേര് വന്നിട്ടില്ല. ഞാൻ മദറിനോട് ചോദിച്ചു, ഞാൻ പോയി അവരെ വിളിച്ചോണ്ട് വരട്ടെ. രാത്രി 9 മണിയായെന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ വിളിക്കാൻ പോയി. 2 പേരെ ഒരു ഷാപ്പിൽ നിന്ന് കിട്ടി. കുറ്റി വെച്ചു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ പൈസ ഞാൻ തരാം, ഇവരെ ഇനി വിടാൻ പറഞ്ഞു. എന്നിട്ട് അവർ 2 പേര് വന്നു. പിന്നെ ഒരാളെ ഒറ്റയ്ക്ക്.
അന്നേരപ്പോൾ അവിടുന്ന് അങ്ങനെ വിളിച്ചു 3 പേരുണ്ട്. അങ്ങനെ 4 ഷാപ്പ് അടയ്ക്കേണ്ടി വന്നു. എന്നിട്ടിപ്പോൾ എൻ്റെ മദറിന് പേടിയായി, ചോമാർ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ എന്നെ സൈക്കോളജി പഠിക്കാൻ വിട്ടു. MOC നമ്മുടെ ആലഞ്ചേരി പിതാവിൻ്റെ ചേട്ടൻ ജോസഫിനാണ് സൈക്കോളജി. അപ്പം അച്ഛൻ പറഞ്ഞു, മര്യാദയ്ക്ക് എവിടെങ്ങാനും ഇരുന്നാൽ പോരായിരുന്നോ, ഇനിയിപ്പോൾ സൈക്കോളജി പഠിക്കുന്നത് ഞാൻ നല്ലപോലെ ഇഷ്ട വരപ്പിച്ചിട്ട് എവിടെ വെള്ളം എന്നൊക്കെ പറഞ്ഞ് എന്നെ തമാശ പറഞ്ഞു. പക്ഷേ 2.5 കൊല്ലം സൈക്കോളജി പഠിച്ചു അവിടെ MOCയിൽ. സൈക്കോളജി പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കതും ഒരു ദൈവ നിയോഗമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ധ്യാനിക്കുന്നു, ഉറക്കം വിളിച്ച് ധ്യാനിക്കാനും ആരാധനയ്ക്കൊക്കെ ഇരിക്കും. 24 മണിക്കൂർ ആരാധനയൊക്കെ ഉണ്ട് ആഴ്ചത്തോറും. അപ്പോൾ അത് എല്ലാ സിസ്റ്റേഴ്സിനും താല്പര്യമില്ല. അങ്ങനെ ആയിട്ടാണ് ഭവാനിക്കുന്നിലെ അച്ഛൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു. ഒരു അച്ഛൻ അതിനുവേണ്ടി അച്ഛനും അതിനോട് താല്പര്യം പിള്ളേർക്കില്ലെങ്കിൽ വേണ്ടെന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അപ്പോൾ മദർ പറഞ്ഞു, ഞാൻ എൻ്റെ ഉദ്ദേശം ആരാധനയും പ്രാർത്ഥനയായിരുന്നു. അപ്പം എൻ്റെ മദറിൻ്റെ ആശയം ഒന്നായതുകൊണ്ട് അങ്ങനെ ഞാൻ അവർ അന്ത്രായിലേക്ക് പോയി. അവിടെ പോയി കുറച്ച് നാൾ ഫാദർ ബീഡ് ഗ്രിഫിൻ്റെ ആശ്രമമുണ്ട് ശാന്തിവനം. അവിടെ പോയി അവർ താമസിച്ചു, ധ്യാനിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആന്ധ്രയ്ക്ക് പോയപ്പോൾ എന്നെ വിളിച്ച് ഞാനും ആന്ധ്രയ്ക്ക് പോയി. പക്ഷേ അവിടെ ഭയങ്കര ചൂടായിരുന്നുകൊണ്ട് എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മോള് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജോലി ഉണ്ടായിരുന്നു. അവളുടെ വീട്ടിൽ പോയി AC റൂമിൽ ഇരുന്നിട്ട് ഞാൻ പോന്നു. എനിക്ക് ചൂടൊട്ടും പറ്റില്ല. ഞാൻ അന്ന് തന്നെ തിരിച്ച് കയറി ട്രെയിനിന്. എന്നിട്ട് തിരിച്ച് കയറി പോന്നു. അന്നേരപ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് മദറിനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ ഈ ചൂട് പറ്റില്ല. അവർക്കറിയാം എനിക്ക് ചൂട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ തൃശ്ശൂർ ജോലി ചെയ്യാൻ വേണ്ടി പോയത്. സ്കൂളിൽ ജോലി ചെയ്തപ്പോഴും നമുക്ക് ഒത്തിരി ചെയ്യാനുണ്ട്, ഒത്തിരി കർമ്മം ചെയ്യാനുണ്ട്. അവിടെയൊക്കെ ഈ മുക്കുവരുടെ മക്കളെ മിസ്യൂസ് ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു. അവർക്ക് കുപ്പികളെയും പൊട്ടും ഒക്കെ കിട്ടിയാൽ മതി. അതിനിപ്പോൾ എനിക്ക് ഹാൻഡിക്രാഫ്റ്റും കൂടെ അറിയാം. ഞാനിപ്പോൾ 1 മണിക്കൂർ സ്കൂളിൽ മാനേജർ അച്ഛനോട് ചോദിച്ചു, മേടിച്ചു. ഇവരെ പ്ലാസ്റ്റിക് തൂക്കിയെടുക്കും കടയിൽ നിന്ന്. തൂക്കിയെടുത്തിട്ട് അതുകൊണ്ട് പണ്ടത്തെ ഈ ബാഗൊക്കെ ഇല്ലേ, പ്ലാസ്റ്റിക് ബാഗ്, ഫ്ലവർ വേസിന് ഇതൊക്കെ കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂലി കിട്ടും. പൈസ മുടക്കില്ലാതെ ഇവരെ സഹായിച്ചു. അങ്ങനെ ഈ പൊട്ടിനും മുളകിയും വേണ്ടിയുള്ള പിള്ളേരുടെ വേണ്ടാതിനത്തിനുള്ള പോക്ക് അവസാനിച്ചു. അപ്പോൾ അങ്ങനെ അവരെ സഹായിച്ചു. പിന്നെ ഒത്തിരി പേരെ മാതാപിതാക്കൾ വേറെ വിളിയാകുമ്പോൾ അവരെ ഒത്തിരി യോജിപ്പിക്കാനൊക്കെ സഹായിച്ചു. അപ്പം നമ്മുടെ ദൈവം നിശ്ചയിച്ച ഒരു ഡ്യൂട്ടി അതാണ്. അങ്ങനെ എല്ലാ ശനിയാഴ്ചയും പുത്തമ്പള്ളി പോയിരുന്നു പ്രാർത്ഥിച്ചിട്ട് ഇത് നെല്ലിൻ്റെ കാട് മാത്രം കണ്ട് വളർന്ന ഞാൻ. വേറെ നമുക്കറിയാമല്ലോ കുട്ടനാട്ടിൽ വേറെ ഒന്നുമില്ല. ആ കാട് വളർന്ന് ഞാൻ എൻ്റെ വീട്ടിൽ മുറി തുറന്ന് ആരെങ്കിലും മുന്നേ കയറിയാൽ ഞാൻ പുറകെ പോകുള്ളായിരുന്നു. ഞാൻ ആ കാട്ടിൽ വന്നിട്ട് ഭയം എന്തെന്നറിയാതെ, വിളക്കില്ല, ടോർച്ചില്ല, മണ്ണില്ല. വെളുപ്പിനെ ഒരു കുയില് വന്ന് 5 മണിക്ക് വിളിക്കും. സിസ്റ്റർ അങ്ങനെ തൃശ്ശൂർ ഒരു സ്കൂൾ ടീച്ചറായിട്ട് സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ഈ കണ്ണൂരുള്ള ഈ ഒരു പൈതൽമല അതിലേക്ക് എത്തിയത് എങ്ങനെയാ? ഞാൻ എല്ലാ ശനിയാഴ്ചയും രാവിലെ മുതൽ ഒരു കോറിൽ ചൂപ്പി കരിങ്ങാലി വെള്ളം കൊണ്ട് പോയാൽ അവിടെ ഇരുന്ന് വൈകുന്നേരം വരെ ഇരുന്ന്. എവിടെ? തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ. പുത്തമ്പള്ളി കുർബാന എന്നുള്ള ചോദിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഇരുന്ന് ഒരു ദിവസം പ്രാർത്ഥനയിലൂടെ ദൈവം കാണിച്ചെന്ന് അറിയുന്നില്ല. മലബാറെന്ന് പറഞ്ഞാൽ കുട്ടനാട്ടുകാർക്ക് ഒന്നും അറിയില്ല. അപ്പൊ ഇത് പൈതൽമലയാണെന്ന് സിസ്റ്ററിനൊപ്പം കണ്ടപ്പോ മനസ്സിലായി? അല്ല, അന്നേരം പൈതൽമലയാന്ന് കണ്ട് മനസ്സിലായില്ല. മലബാറിൽ ഇങ്ങനൊരു സ്ഥലം, അതേതാ സ്ഥലമെന്ന് അന്വേഷിക്കാനാണ് അച്ഛനോട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ ഇവിടെ താമസിച്ച് ധ്യാനിക്കാൻ വേണ്ടിയായിരുന്നു. ഈ പൈതൽമല കാണിച്ചു തന്നപ്പോ സിസ്റ്ററിന് മനസ്സിലായി ദൈവം ഈശോ ആവശ്യപ്പെടുന്നത് അവിടെ പോയി പ്രാർത്ഥിക്കാനാണെന്ന് മനസ്സിലായി. ഈ
അലക്സച്ചൻ പറഞ്ഞ ഒരച്ഛൻ അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ഒന്നും അറിയില്ല. ആ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാണിച്ചിട്ട് ഞാനിത് ആരൊക്കെയൊക്കെ ചോദിച്ച് അന്വേഷിച്ച് മദറിനോടും പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ മദർ വന്ന് നമുക്ക് പോയി കാണും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ 1988 പിന്നെ ഒക്ടോബറിൽ പൂജയുടെ അവധിക്ക് ഞാനും മദറും ഞങ്ങൾ കാണാൻ വേണ്ടി വന്നത്. കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിനും ആൾക്കാർക്ക് അതിശയമാണ്, ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പം അച്ഛൻ നേരത്തെ അച്ഛന് കത്ത് എഴുതിയപ്പോൾ അച്ഛൻ എഴുതി പിന്നെ ഇവിടെ മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയല്ല, സ്ത്രീകൾക്ക് ഒട്ടും പറ്റില്ല. ഒട്ടും പറ്റില്ല. 3 വയസ്സ് മാത്രം. എന്നാൽ ഒന്ന് കണ്ടോട്ടെ എന്ന് അടുത്ത കത്തിച്ചു. 1-2 പ്രാവശ്യം ഒന്ന് കണ്ടോന്നു. അപ്പോഴത്തേക്കിന് ഞാൻ പിന്നെ മദറിനോട് പറഞ്ഞു നമുക്കൊന്ന് പോയി കാണാം, എനിക്ക് വൃക്ഷദ്വീപ് അവിടെ ആയിരിക്കും ഒരു ധർമ്മത്തേക്കിലേക്ക് കാലാവസ്ഥയെല്ലാം അനുകൂലമായ ഒരു സ്ഥലം കാണിച്ചു തരുന്നത് പോകാൻ. അങ്ങനെ എൻ്റെ സുപ്പീരിയറും എൻ്റെ കൂടെ വന്നു. ഞങ്ങളവിടെ കയറി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വടക്കേന്ത്യയിലൊക്കെ തേങ്ങ ഉടയ്ക്കുന്ന പരിപാടിയുണ്ട്. ആ പള്ളിയുടെ അവിടെ നിന്നത്. അപ്പം ഞങ്ങളൊരു തേങ്ങയും ഒക്കെ ആയിട്ടാണ് കയറി. എന്നാൽ ഇത് തിന്നുകൊണ്ട് അവിടെ ചെന്നാൽ വേറെ ഒന്നും കഴിക്കാനും കഴിയൊന്നുമില്ല. അപ്പം തേങ്ങയാണ് അതിൻ്റെ വെള്ളം കുടിക്കാൻ, മകളുടെ വെള്ളം തരാം, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ഇത് ചുമ്മാ ഒരു ഷെയർ മിഠായി. അതുപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും അല്ലാതെ നാച്ചുറലായിട്ടുള്ള ഫുഡായിട്ട് അതുകൊണ്ട് കയറി മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ആവി പറക്കുന്ന ആനപ്പിണ്ടം അച്ഛൻ കാണിച്ചത് ആന അടുത്തവിടെയുണ്ട്. അപ്പം ഞങ്ങൾ 135 പേര് വഴി വെട്ടി തെളിച്ച് അവരുടെ പുറകെ ഞങ്ങൾ കയറിപ്പോന്നു. സിസ്റ്ററിനെ ചെല്ലാൻ വേണ്ടി 135ഓളം ആളുകൾ വഴി തെളിച്ചു. ചിലപ്പോൾ അച്ഛൻ്റെ ചാച്ചനും ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. എന്നിട്ട് നമ്മൾ വഴി തെളിച്ച് ഞങ്ങൾ നടന്നു കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആനപ്പിണ്ടമൊക്കെ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ആവി കിടക്കുന്ന പിന്നെ ആനപ്പിണ്ടം ആന അടുത്തെവിടെയുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ താമസിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു. എൻ്റെ മദർ പെട്ടെന്ന് തളർന്നു. അവിടെ കൊണ്ട് മദർ കൊണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു വിഷമമല്ല. എന്നിട്ട് കൊണ്ടാക്കി പിന്നെ ഞങ്ങൾ അവിടെ താമസിച്ച് ഞാൻ മനസ്സിൽ പോകുന്നതിൻ്റെ വിഷയം വേറെ 40 വയസ്സുണ്ടായിട്ടുണ്ടാവും. 40 വയസ്സ്. എന്നിട്ട് ഉടനെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് മദർ പെട്ടെന്ന് ക്ഷീണിതയായി. അത്രയും കയറ്റം കയറിയില്ല. കയറ്റം കയറി പിന്നെ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ എന്നെ അവിടെ കൊണ്ടാക്കുക എന്നുള്ളത്. അതല്ല, ഈ ആദ്യവട്ടം കയറുമ്പോ തന്നെ എത്ര മണിക്കൂർ എടുത്തു? 3-4 മണിക്കൂർ എടുത്തു. 3-4 മണിക്കൂർ എടുത്തു അവിടം വരെ മേളിൽ വരെ എത്താൻ. മേലൂര് എന്നിട്ടിപ്പം റോഡല്ലല്ലോ, ഇവിടെ കുത്തനെ കയറണ്ടേ. അപ്പോൾ കയറ്റം കയറുമ്പോൾ നിന്നാ കയറി പോകുന്നു. അപ്പൊ ഇതിനു മുമ്പ് ഒരു പരിചയമില്ലല്ലോ, കാരണം കുട്ടനാട്ടിൽ നിന്നും ഈ തൃശ്ശൂരിൽ നിന്നൊക്കെയാണല്ലോ വരുന്നത്. നിരപ്പ് ഭൂമി മാത്രം സഞ്ചരിച്ച് അപ്പൊ എങ്ങനെ ആദ്യമായി കയറിയപ്പോ തന്നെ എങ്ങനെ കയറി? പക്ഷെ അന്നും നമുക്ക് ഒരു പിന്നെ ഭാരമായിട്ട് തോന്നിയില്ല. ഉള്ളിൽ അത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ മല കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കിന് മദറിന് ഭയങ്കര വിഷയമായി. അന്നേരപ്പോഴത്തേക്കിന് താഴെ ഞാൻ അന്നേരപ്പം തന്നെ ഈശോ വേറെ ഒരിടെ കണ്ടെത്തിയിട്ട് ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞ്. ഇത് മല കണ്ടപ്പോ തന്നെ ആനപ്പിണ്ടവും മലയും സിസ്റ്ററിന്റെ അവസ്ഥയെല്ലാം കണ്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു എങ്ങനെ ഞാനിവിടെ അനുവദിക്കുന്നു ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മാഹിയിലൊക്കെ പോയിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത്. മാഹിയിലമ്മ ദർസിന്റെ പഞ്ചായത്താണല്ലോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന 2 കുഞ്ഞുങ്ങളെയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന ഒരു കുഞ്ഞ് മലക്കിടപ്പ് കിടക്കുന്ന കുഞ്ഞ്, പിന്നെ മൂത്ത കൊച്ചിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കൈ നീട്ടി. അപ്പം ആ കൊച്ചിനെ അത് കണ്ടുകൊണ്ട് ചെറുതും കൈ നീട്ടി. അപ്പം ഉടനെ ഒരു സ്വരം കേൾക്കുന്നു, ഇതാണ് എൻ്റെ വഴി, കുട്ടികളെ സഹായിച്ചുകൊണ്ട് അവിടെ താമസിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു മെസ്സേജ് ആയിരുന്നത്. എന്നിട്ട് ഞാൻ മാർച്ച് 22-ാം തീയതി 2 കൽപ്പിച്ച് മലയിൽ താമസിക്കാൻ എല്ലാം ഉപേക്ഷിച്ച്, ജോലിയെല്ലാം ഉപേക്ഷിച്ച്, PS എല്ലാം എല്ലാം ഉപേക്ഷിച്ച് മലയിൽ കയറി വരുമ്പോഴത്തേക്കിനാണ് 3-4 കല്ലുകൂടിയുന്നവർ എന്നിട്ട് അവിടെ മൊത്തം കുടിയന്മാരായിരുന്നു കേട്ടോ. ഇപ്പം നല്ല വീട് തന്നു വാതിലുള്ള ഒറ്റ വീട് പോലും കുട്ടമ്പളാവില്ല. അങ്ങനെ ആ 2 കുഞ്ഞു കുട്ടികളെ കണ്ടു അല്ലേ? അപ്പോഴാണ് ഉറപ്പിച്ചത് നമുക്ക് അവിടെ തന്നെ പോവാന്നുള്ളത്. അവിടെ തന്നെ ഞാനും ഉറപ്പിച്ചു. കാരണം ഇവരെ സഹായിക്കുക എന്തെങ്കിലും ഒരു അല്ലെ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടാവും വിചാരിച്ചു. ഞാൻ വന്ന് 28-ാം തീയതി വന്നു. എൻ്റെ കൂടെ സിസ്റ്റർ ലത എന്ന് പറഞ്ഞ സിസ്റ്റർ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ വന്നു. 29-ാം തീയതി രാവിലെ ആയപ്പോൾ പുള്ളി ആവശ്യമായി. ഞാനും സുഖമായിട്ട് ആ നിലത്ത് കിടന്നുറങ്ങി. അവിടെ കിടന്നുറങ്ങി
ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു ചെറിയൊരു എന്താ ചെയ്തിരുന്നത് താമസിക്കാൻ? ഞാൻ താമസിച്ച ഹട്ടുണ്ട് അവിടെ. അത് ഇപ്പോഴും ഉണ്ടാ? ഇപ്പോഴും ഉണ്ടത്. പൊളിഞ്ഞു പോയി. അത് പൊളിഞ്ഞു പോയിട്ട് ഇടയാറ്റി ജോർജ് ഇല്ലേ, വടത്തനാമത്തെ ജോർജ് ഒരു ബ്ലൈൻഡ് ചെക്കാ കൊണ്ടുവന്നത്. എത്ര ലക്ഷം വേണേലും എഴുതിയിട്ടുള്ള. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് പണത്തിനോട് ആശയമില്ല. എന്നിട്ട് ജോർജ് ചെക്ക് തന്നിട്ട് ആ ചെക്കിൽ നമ്മൾ എഴുതിയില്ല. പക്ഷെ അന്നേരം ഒരു 2 മാസത്തോളം ഞാൻ SHRയുടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചു. അത് പൊളിഞ്ഞു പോയി. എന്നിട്ട് ജോർജ് പിന്നെ അത് പണിയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ചുറ്റും കല്ല് കല്ലെന്ന് വെച്ചാൽ ഇഷ്ടിക കല്ല് ആയിട്ട് കെട്ടിയിട്ട് ചുറ്റമ്പലം പോലെ. എന്നിട്ട് ചുറ്റും പുറത്ത് ആൾക്കാർക്ക് ഇന്ന് പ്രാർത്ഥിക്കാം, അകത്ത് നമുക്ക് അവിടെ കുർബാനയൊക്കെ ചെല്ലിട്ടുണ്ട് അച്ഛൻ. ആൾക്കാരൊക്കെ ചൊല്ലി. ചാക്കോച്ചൻ പിന്നെ ഇവിടെ എറണാകുളം മഹാരാജാസ് കോളേജിൽ ചാക്കോച്ചൻ അവിടെ വന്ന് കുർബാനയിൽ ഈ അച്ഛനില്ലേ ഉപാസനത്തില്, അച്ഛൻ്റെ ചേട്ടൻ ചാക്കോച്ചൻ, വലിയ വീട്ടിൽ ചാക്കോച്ചനൊക്കെ അവിടെ വന്ന് കുർബാന ചെല്ലിട്ടുള്ളത്. അപ്പോൾ അവിടെ അങ്ങനെ അവർക്ക് അവിടെ അകത്ത് ഒരു കൽവിളക്ക്, ഒരു ക്യാൻസർ രോഗി ചുമന്ന് കെട്ടി കൊണ്ടുവന്ന് വെച്ചതാണ് കൽവിളക്ക്. അയാൾ സുഖപ്പെട്ടു. നട്ടലിന് ക്യാൻസർ ഉണ്ടായിരുന്ന ആള്. കൽവിളക്ക് താഴേന്ന് ചുമന്ന് കയറ്റി. ആ കൽവിളക്ക് അവിടെ ഉണ്ട്. ആ കൽവിളക്ക് കത്തിച്ചാണ് കുർബാനയൊക്കെ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഈ സിസ്റ്ററിന് വയ്യാതായപ്പോൾ സിസ്റ്ററിനുണ്ട് പോയി. പിന്നെ ഞാൻ തന്നെ വീണ്ടുമായി. അപ്പൊ അങ്ങനെ ആയിട്ട് കുട്ടമ്പളാവിലെ മനുഷ്യർ മുഴുവൻ അവരുടെ. എന്നിട്ട് ഞാൻ സ്കൂൾ തുറക്കാറായപ്പോഴത്തേക്കിന് ഒരു ബസ് നടച്ച് പിന്നെ കുട്ടികളെ തൃശ്ശൂർ കൊണ്ടുപോയി. MI ബോയ്സ് ടൗൺ രൂപതയുടെ കുണ്ടുളപ്പാൻ എന്നൊരു ഇഷ്ടമായിരുന്നു. അപ്പോൾ രൂപതയുടെ പിന്നെ ആണ് ആ സ്ഥാപനം. MI ബോയ്സ് ടൗൺ താഴെ പിന്നെ ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സിൻ്റെ കൾച്ചർ സെൻ്റർ. അവിടെ പെൺപിള്ളാരെ ആക്കി, ഇവിടെ ആൺപിള്ളാരെ ആക്കിയിട്ട് അവിടെ താമസിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ഇടയ്ക്ക് പോയി കാണും, അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. പക്ഷെ അവിടുത്തെ അന്നേരത്തേക്കിന് അച്ഛനൊക്കെ പറഞ്ഞ് നമ്മുടെ ഇപ്പോഴത്തെ പിതാവില്ലേ നാടിൻ്റെ മേജറായിട്ട് പിതാവൊക്കെ അവിടെ വരുമായിരുന്നു. ഈ അവിടെ മലയിലാകുമ്പോ ആദ്യത്തെ 2-3 ദിവസങ്ങളൊക്കെ അതുവരെ നമ്മൾ നാട്ടില് ജനങ്ങളുടെ കൂടെ താമസിച്ചിട്ട് പിന്നെ ഒറ്റയ്ക്ക് ഒരു കാട്ടില്, അത് ലൈറ്റ് ഇല്ല, ഇരുട്ടില്ല, ഒന്നുമില്ല അല്ലേ, ഫുൾ ഇരുട്ട്, ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അതെ, ഞാൻ രാത്രി കിടന്നാ ഉറങ്ങും, പകലിരുന്ന് ധ്യാനിക്കും. നമുക്ക് ഈ അന്തരീക്ഷം ഒരു വിഷയമല്ല, വെളിച്ചം വിഷയമല്ല. പിന്നെ അതെന്തോ വലിയൊരു വെളിച്ചം. രാത്രിയാകുമ്പോ കൂരിരുട്ടായിരിക്കുമല്ലോ, കാടിന്റെ ഒന്നും കാണാൻ പറ്റില്ല. കാടിന്റെ മൂളിച്ച, മൃഗങ്ങളുടെ അലർച്ച, ഇതെല്ലാം അത് കേട്ടിട്ടാ മറ്റേ ആള് ഒരു ശബ്ദം വിളിച്ച് പേടിച്ചത്. ധൈര്യമാണെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ പിറ്റേ ദിവസം കസേര പോലെ വെച്ചിട്ട് ഇറക്കി കൊണ്ടുപോണ്ടി വന്നു. ഇങ്ങനെ വരുമ്പോ അത് രാത്രി ഉറങ്ങുന്നു, വേറെ ഒന്നും ചെയ്യുന്നില്ല അല്ലെ, വേറെ പ്രവർത്തനങ്ങള്, പണി, വർക്ക്, ഭക്ഷണം ഒന്നും പാചകം ചെയ്യാനോ പാചകം ചൂടുവെള്ളം ഉണ്ടാക്കുന്നില്ല, ഒന്നും യാതൊന്നും. കുടിവെള്ളമൊക്കെ അവിടെ അടുത്തുനിന്ന് കുടിവെള്ളം ഓലിന്ന് വരുന്ന വെള്ളമുണ്ട്. ആ വെള്ളം ഞാൻ പറഞ്ഞ എനർജറ്റിക് ആയിട്ട്. പിന്നെ കാട്ടിൽ ഒത്തിരി കാട്ടുമുന്തിരി ഉണ്ട്, ഈത്തപ്പഴം പോലെ നീളമാണ്. അത് പഴുത്ത് കഴിഞ്ഞാൽ മധുരമുണ്ട്, അതുണ്ട്. പിന്നെ ചൂട്ടപ്പഴം, ഈ കോംപ്ലക്സ് പോലെ മഞ്ഞ നിറത്തില് പഴം, അത് പറിച്ച് തിന്നാം. ഇത് രണ്ടും മാത്രമാണ് കഴിച്ചോണ്ടിരുന്നത്. പിന്നെ ഈ ആന വന്ന് ഉരുണ്ട് വീണ് തിരിച്ചു പോയ പിന്നെ പിറ്റേ ദിവസം ആനയാകാവില്ല. നാട്ടുകാരുടെ വാഴ കൊണ്ടിപ്പിച്ചിട്ട് ആന വാഴക്കൊലയും കൊണ്ടായിരുന്നു. അത് ഒരു കൊലയെ 2-3 കായൊക്കെ കാണുള്ളൂ. അത് വാതിക്കെ വെച്ചിട്ട് വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ അതായത് ആന ഇപ്പൊ ഈ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച സമയത്ത് മൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു മൃഗം ഇപ്പൊ മൃഗങ്ങള് കാട്ടാറും പിന്നെ മലാനുണ്ട്, പിന്നെ കാട്ടുകാടുണ്ട്, ചെന്നായുണ്ട്, കുറുക്കന്, എല്ലാ ജീവിയുണ്ട്. പക്ഷെ ഒന്നും നമ്മുടെ ആന എന്തോ വന്ന് ആക്രമിച്ചില്ല. അതെങ്ങനെയായിരുന്നു സംഭവം? അല്ല, വന്നില്ല. ആ വീട് അവിടെ ഫോറസ്റ്റുകാരുടെ കുടിലേക്ക് അടിച്ചു. അതെന്തായിരുന്നു സംഭവം? അത് ഒരു ദിവസം വൈകിട്ട് വന്നു വെച്ച് ആന പിന്നെ അപ്പുറം ചാപ്പ് വെച്ച് കെട്ടി, അവർ കെട്ടിയതാണ്. നമ്മളിപ്പറേ താമസം തുടങ്ങിയിട്ട് അങ്ങോട്ട് അവരുടെ ആണ് കർണാടക. എന്നിട്ട് വെച്ച് കെട്ടി ആ ചാപ്പ വന്ന് അടിച്ച് പൊളിച്ച്. അത് ഓഗസ്റ്റ് 7-ാം തീയതി കാണാൻ പറ്റുമായിരുന്നോ ചെയ്യുന്നത്? കാണാം. നമ്മൾ കുഞ്ഞുങ്ങൾ 2 പേര് മണ്ണെണ്ണയും കൊണ്ട് വന്നവരാ താഴേന്ന്. ആ 2 കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ കൂടെ. ആ കുഞ്ഞുങ്ങൾ വന്ന് സിസ്റ്റർമച്ചി നമുക്ക് ഈശോ താഴെ എവിടെയെങ്കിലും പോകാം, ആന നമ്മളെ കൊല്ലും. ഞാൻ വചനം ശരിക്കും ജീവനുള്ള ആയിരുന്നു. അനുതാപ സങ്കീർത്തനം കിട്ടി, 51-ാം സങ്കീർത്തനം. 4 വാക്ക് വചനം വായിച്ചപ്പോൾ ആന
ഇങ്ങോട്ട് അടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അടുത്ത് ഇപ്പോൾ താഴെ നിന്ന് ഒച്ച കേട്ടിട്ട് ആൾക്കാർ ഒത്തിരി 10-15 പേര് കയറി വന്നു. താഴേന്ന് കേറി വന്നു നമ്മളെ ശരിയാക്കി എന്നുള്ളതാണ് അവരെ എല്ലാവരും ചിന്തിച്ചിരുന്നു. അവരുടെ ഇത്. എന്നിട്ട് കയറി വന്നു. അവര് കയറി വന്നപ്പോഴത്തേക്കും ഈ ആന പിന്നെ അത് അവിടുത്തെ പണി കഴിഞ്ഞ് പിന്നെ ഇതിനോട്ട് അടുക്കാൻ വന്നതായിരിക്കും, എന്തോ അറിയില്ല. വന്ന വഴി ജണ്ട കിട്ടാൻ കൊണ്ടുവന്ന കല്ലെ ചവിട്ടി തയ്ച്ചിരുന്നു വീണ്. വീണത് പിന്നെ വീശമ്പലുള്ളതുകൊണ്ട് വീണത് നല്ലപോലെ കാണാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിന് ബുദ്ധിക്കയും വീശി നോക്കി. അപ്പോൾ ഇവരെന്നോട് ചോദിച്ചു എന്നാ ചെയ്യണം. അപ്പം ഞാൻ എഴുതി കൊടുത്തു, അവനെ കൊടുത്ത വാക്ക് എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ടെന്ന്. 1 മണിക്കൂർ മിച്ചം അതിന് ബുദ്ധിക്കയും വീശി നിന്നിട്ട് പുറകോട്ടടിച്ചു പോയി. പുറകോട്ടടിച്ച് പോയപ്പോൾ അത് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പറഞ്ഞു ഇവിടെ പ്രത്യക്ഷമുണ്ട്, അതുകൊണ്ട് ആന പുറം തിരിയാതെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോൾ പുറകോട്ടടിച്ചു പോയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ അന്ന് ഒരു മാത്യുച്ചേട്ടനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. ഏതായാലും പുള്ളി കാട് വെട്ടിത്തെളിച്ച് വഴി ആക്കി. ഇതുപോലെ കല്ല, ഒരു കല്ലിന് ഒരു കല്ല് ചാടി പോകണമെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സമയമായി. പിന്നെ സിസ്റ്റർ ആ കാടിന്റെ മുകളിൽ ഇങ്ങനെ തപസ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലെ ആളുകൾക്കൊക്കെ അതൊരു അല്ലെ അവരൊരു കരുതലുണ്ടായിരുന്നു അല്ലെ, ഇങ്ങനെ ഈ മലയുടെ മുകളിൽ ഒരു സിസ്റ്റർ ഒറ്റയ്ക്ക് 650 പിള്ളേരെ ആദ്യം കൊണ്ടുപോയി പഠിപ്പിക്കാൻ തൃശ്ശൂർ ഉണ്ടാക്കി. ആ നാട്ടിൽ പുത്തമ്പ്ലാവുകാരെ. അപ്പൊ അവരെ കൊണ്ടുപോയപ്പോഴത്തേക്കിനും അവരുടെ മക്കളെ ഓർത്ത് നമ്മൾക്ക് വേണ്ടി അവര് എപ്പോഴും നിന്നിരുന്നു. പുത്തമ്പ്ലാവുകാര് പാവപ്പെട്ട മനുഷ്യരുടെ പ്രാർത്ഥനയോടാണ് എനിക്ക് ശക്തിയായിട്ടുണ്ടായിരുന്നു. അതായത് മലമുകളിൽ ഇങ്ങനെ ഒരു സന്യാസിനെ, ഒരു സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നുണ്ടെന്നൊരു കരുതൽ ആ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആണ് മറ്റൊരിട്ട് പുള്ളി അരീകമലക്കാരനാണ്. പുള്ളിക്കറിയാം, പുള്ളി ശരിക്കും അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തയാളാ. ഏത് ഫാദർ ക്ലിൻഡച്ചൻ ആദ്യം ഇതിലിട്ടത്. ഏതിട്ടത്? പിന്നെ ഇതിനെപ്പറ്റി യൂട്യൂബിലിട്ട ക്ലിൻഡച്ചൻ അറിയാം. അവരവിടത്തെ അനുഭവസ്ഥരാണ്. അപ്പൊ അല്ലാതെ വെറുതെ ഇട്ടതല്ല, ഒരു അനുഭവം കൊണ്ട് ഇട്ടതാണ് കണ്ടത്. എന്നിട്ട് അങ്ങനെ നമ്മള് പിന്നെ അവിടെ ഇതിലിപ്പം വഴിയായി. പിന്നെ രമേശ് ചെന്നിത്തലയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള ഒരു ഇതിലേക്ക് വന്നു. എന്നിട്ട് അങ്ങനെ വന്നപ്പം രമേശ് ചെന്നിത്തലയൊക്കെ വന്നപ്പോൾ നമ്മൾ അവലും മലരും ഒക്കെ അവിടെ കൊടുക്കാൻ പറ്റിയല്ലോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് പഴമൊക്കെ കൊടുത്ത് അങ്ങനെ താഴെ ആൾക്കാർ കൊണ്ടുവന്നതാണ്. അപ്പൊ ആന പിറ്റേ ദിവസം മുതലേ നമ്മള് ഈ പക്ഷി ഞാൻ പറഞ്ഞില്ലേ ദൈവത്തെ വിളിക്കുന്ന പറഞ്ഞു, വെളുപ്പിന് കഴിഞ്ഞിട്ട് ഈശോയെ കരുണയായിരിക്കണേ ഏത് പ്രാർത്ഥന അല്ല അവിടെ കുയില് തത്തയാ. എന്നിട്ട് ദൈവമേ കരുണയായിരിക്കണേ കാക്കണേ ഈ തത്തമ്മ ഇരുന്ന് പറയും. കുയില് വന്ന് ചിലക്കും. അങ്ങനെയാണ് 5 മണിയായെന്ന് അറിയുന്നത്. എല്ലാ ദിവസവും രാവിലെ കുയില് വന്നൊരു പാറയുണ്ട്. ആ പാറ ഒരു സ്തൂപം പോലെ ഒരു പാറ, അതിന്റെ മല പോലെ ഒരു പാറയാ. അവിടെ വന്നിരുന്ന് ചിലക്കുമ്പോൾ നമ്മൾ എഴുന്നേക്കുന്നു. ഇപ്പോഴാ സമയമായി, നേരം വിളിക്കാറായ. ദിവസങ്ങളൊക്കെ അറിഞ്ഞോളൂ, ദിവസം നമുക്കറിയാമല്ലോ, കണക്കൂട്ടി ഒന്ന് കൂട്ടുകൂട്ടും. പക്ഷെ ഈ അവിടെ വന്നിട്ട് ഈ കുയില് വന്ന് ചിലക്കുമ്പോൾ നമ്മൾ സമയം അറിയും. അവിടെ തന്നെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. വെളിച്ചമാകുമ്പോൾ പുറത്തോട്ട് വന്ന ഓസ് ഇട്ടിട്ടുണ്ട്, അതിൽ പോയി ഇതിലും ഐസ് പോലത്തെ വെള്ളമാണ്. അപ്പൊ പിന്നെ അത് വെച്ച് മോൻ കഴുകി പിന്നെ നമുക്ക് പ്രാർത്ഥനയുള്ളൂ, വേറെ ഒന്നുമില്ല. വെള്ളം ഒഴിച്ചിട്ട് കുടിച്ച് പ്രാർത്ഥന. പിന്നെ ആ കാറ്റിക്കൂടെ വെച്ച് നടക്കും. വലിയ പെരുമ്പാമ്പുണ്ട്, സിമിന്റിയാക്ക് പോലെ ഉരുണ്ട് പോകുന്ന പെരുമ്പാമ്പ് കണ്ടിട്ടുണ്ട്. അതൊന്നും നമ്മളെ ഒന്നും ഉപദ്രവിക്കില്ല. ഇപ്പോഴും ഞാൻ പോയാലും എന്നെ തോട്ടപ്പുഴ പിടിക്കുകയല്ല, എല്ലാവരും കളി. എന്നിട്ട് ഇവരൊക്കെ മണിപ്പാറയത്തിന് ഇവരൊക്കെ കളിയാക്കി കടിച്ചാൽ ചത്തുപോകും, അതുകൊണ്ടാണ് പിടിക്കാത്തത്. ആന പിടിക്കാത്ത ആനയ്ക്ക് പിടിക്കാനും വേണ്ടിയില്ല. അന്ന് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എല്ലും തോലും മാത്രമല്ലേ ഉള്ളൂ. അപ്പം ആനയ്ക്ക് പിടിക്കാൻ വേണ്ടിയില്ല, കടുവായ്ക്ക് തിന്നാൻ ഉറച്ചില്ല, അങ്ങനെ ചെന്നായ ഒന്നും കടിക്കാത്ത, അതുകൊണ്ടാണ് ഇവരൊക്കെ കളിയാക്കുന്നത്. അപ്പോൾ പക്ഷെ ദൈവത്തിന്റെ വലിയ സംരക്ഷണം കടുവായോടെയല്ല, കണ്ടിട്ടില്ല. അതിനുശേഷം കാവല് നിൽക്കുമായിരുന്നു എല്ലാ ദിവസവും. വൈകിട്ട് 6 മണിക്ക് വന്നാൽ രാവിലെ 6 മണിക്ക് തിരിച്ചു പോകുള്ളൂ. വാതിലില്ലല്ലോ, ആനയാ വാതിൽക്കൽ നിൽക്കുമായിരുന്നു. വാതിൽക്ക് നിൽക്കും. പിന്നെ അവിടെ മനുഷ്യൻ ജീവനിൽ കൊതുകുള്ളവരാരും കയറുകയില്ല. പിന്നെ അതുകൂടാതെ ആനോട് സംസാരിക്കുമായിരുന്നു. ആനയോട് സംസാരിക്കുന്നില്ല, ഞാൻ കിടന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അതും ഉണ്ടാവും. അവിടെ കിടന്ന് നിന്നോളൂ, അവിടെ നിൽക്കുക. ഒരേ
നിൽക്കുമെന്ന് ഓർക്കണം. ഒരേ നിപ്പ് നിൽക്കും. സിസ്റ്ററിന്റെ കുടീന്റെ മുമ്പിൽ നിൽക്കും. ഈ വാഴ മറ്റുള്ളവരുടെ വാഴക്കൊല മുടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അതിന്റെ കൊല ഒന്നിൽ 2 3 കായൊക്കെ കാണുള്ളൂ. കൊല വാതൊക്കെ വെച്ചിട്ടാ എല്ലാ ദിവസവും വെറും കൈയോടെ വന്നിട്ടില്ല. ഒരിക്കൽ പോലും വെറും കൈയോടെ വരികയില്ല. അതെ, എന്റെ സിസ്റ്റർ പഴം കഴിക്കും. പഴയോട് അതിന് 1 2 ഒക്കെ കാണും. 3 4 കൊലയുണ്ടെങ്കിൽ 1 2 ചില 4 5 പഴം പുള്ളി തിന്നുന്നുണ്ട്. പുള്ളി തിന്നിയല്ല. ആന കാട്ടുവാഴ കടിച്ചു കഴിഞ്ഞ് ആന വാഴ പച്ചക്ക് തിന്നിയല്ല, പച്ചക്ക തിന്നിയല്ല. അതുകൊണ്ടാണ് പിണ്ടി തിന്നും. പിണ്ടി തിന്നിട്ട് കൊല കൊണ്ട് അവിടെ വെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവം വെറും കൈയോടെ ഇല്ലാതെ ആരെയല്ലോ ഭക്ഷണം തരാൻ മൃഗത്തെ പോലും നമ്മൾ. പിന്നെ രാത്രി നമ്മൾ വരുമ്പോൾ 2 വർഷം ചെന്നായി ഉണ്ട് അവിടെ. രാത്രി താഴെ രാത്രി 9 മണിക്കൊക്കെ ഞാൻ മല കയറി വരുമായിരുന്നു. പക്ഷെ 2 വർഷം ചെന്നായിക്കളുണ്ട്. അപ്പൊ പേടിക്കണ്ട. ഇപ്പൊ നമ്മൾ പേടിക്കേണ്ട മനുഷ്യർ. 2 വർഷം അവരും ചെയ്യില്ല. ഞാൻ ആദ്യം ഓർത്തു ചെന്നായി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ എന്തോ ഒരു ജീവിയാണ്. പക്ഷെ അല്ല, നല്ല അൽസേഷൻ പട്ടിയെ പോലത്തെ പട്ടിയാണ് പറഞ്ഞത്. അപ്പൊ അവരുണ്ട് രാവിലെ. പിന്നെ വലിയ പെരുമ്പാമ്പൊക്കെ വന്നാലും നമ്മളോട് ഇപ്പോഴും ഇവിടെ വേണേലും പാമ്പ് നമ്മളോട് ശല്യമില്ല. ഇപ്പൊ 2 വലിയ പാമ്പിനെ ഞങ്ങൾ കവിട്ടയുള്ള കമ്പ് വെച്ചിട്ട് നെറ്റിനകത്ത് കുടുങ്ങിയിട്ട് നമ്മൾ രക്ഷപ്പെടുത്തി വെക്കും. നമ്മളോട് ശല്യമില്ല. അങ്ങനെ ഒരു 13 വർഷത്തോളം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് 13 വർഷത്തിന് ഇടയ്ക്കാണ് ശ്രീകണ്ഠാപുരത്ത് ഒരു ഓൾഡ് ഏജ് ഹോം ഡോക്ടർ ലില്ലിയുടെ ചിത്രം എടുത്ത് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പനി വന്നു. അതൊരു രസമില്ല. എന്നിട്ട് 105 പനി താഴ്ന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാൻ പോവുകയാണ്, മലയ്ക്ക് ഇറങ്ങാൻ എനിക്ക് സമയമായിട്ടില്ല, ഞാൻ തിരിച്ചപ്പോൾ ഇവരൊക്കെ കളിയാക്കിയിട്ട് ശവം എടുക്കാൻ ഞങ്ങൾ വന്നേക്കാവുന്നത്. കാരണം 105 ഡിഗ്രിയിൽ നിന്ന് 2 3 ഡോക്ടേഴ്സ് നോക്കിയിട്ട് എൻ്റെ പനി കുറയുന്നില്ല. എന്നിട്ട് പിന്നെയും ഞാൻ തിരിച്ച് മലയ്ക്ക് പോയി. ഈ പനി ഉള്ളപ്പോൾ തന്നെ മല കയറി. കുടിയാമല കഴിഞ്ഞപ്പോൾ എൻ്റെ പനി പോയി. അപ്പോൾ മല കയറണമെന്നുള്ള മലയിൽ തന്നെ സമയമായിട്ടില്ല. സമയമാകാതെ പിന്നെയും ഞാൻ അങ്ങനെയാണ് 13 വർഷം എടുക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എടൂര് തുടങ്ങിയത് ഞാൻ കൃത്യം ഓർക്കില്ല. എടൂര് പിന്നാണ് തുടങ്ങി. എടൂര് തുടങ്ങിയപ്പം നമ്മൾക്ക് പിന്നെ അവിടെ തുടങ്ങി ഒന്നുമില്ലാതെ തുടങ്ങിയിട്ട് ഒരു പിന്നെ യാക്കോബായക്കാരുടെ കവുങ്ങുപള്ളി സോമുവിൻ്റെ ഒരു കുഞ്ഞു വീടിനകത്താണ് തുടങ്ങി. ആദ്യം കിട്ടിയത് പിന്നെ ആറളം ഫാമിലെ ഒരു കൊറിച്ച് സ്ത്രീ മകൻ അടിച്ച് കയ്യാലെല്ലാം പിന്നെ മാംസം മുഴുവൻ പഴുത്ത് ചീഞ്ഞ ഒരു വ്യക്തിയാണ്. വൃദ്ധയല്ല, ചെറുപ്പക്കാരി. പക്ഷേ മകൻ അടിച്ചിട്ട് പഞ്ചറാക്കുക. 20 സിസ്റ്റേഴ്സിൻ്റെ ഉണ്ട് ധാരാവളം. അവരെ കൂടെ കൂട്ടി കുഴി വൃത്തിയാണ് അവരെ ചോദിച്ചു. പക്ഷെ അവരവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾ 5 മണിക്ക് കൊന്തയില്ല. 5 മണിക്ക് വൈകിട്ട് 5 മണിക്ക് കൊന്തയുണ്ട് എല്ലാ ദിവസവും. കൊന്തയ്ക്ക് നമ്മുടെ ഈ അച്ഛനില്ലേ മരിച്ചുപോയ മനോജച്ചൻ, മനോജച്ചനും മരിച്ചുപോയ മറ്റേ അച്ഛൻ്റെ പിന്നെ പതാക മുട്ടി. അവർ 2 പേരും കൊന്തയ്ക്ക് വരും. കുഞ്ഞുങ്ങളാണ്. അവര് കൊന്തയെല്ലാം വരുമായിരുന്നു. പിന്നെ അച്ഛനും അച്ഛൻ്റെ ചേട്ടൻ വേറൊരു അച്ഛനുണ്ട് മനോജച്ചൻ. അപ്പോൾ ഇവരൊക്കെ കൊന്തയില്ലാന്ന് ഒത്തിരി പിള്ളേർ വരും. അപ്പോൾ ഈ സ്ത്രീ അവിടെ കിടന്നിട്ട് പറയും, ഈ മാതാവ് ഈശോയെ തന്നെ ഞാൻ മേടിച്ചോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. ലാസ്റ്റ് മണിക്കാറ് അച്ഛനോട് പറഞ്ഞു, എനിക്ക് മാമോദിസ തരണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓമന ചേച്ചി മനസ്സുകൊണ്ട് ഈശോയെ സ്വീകരിച്ചപ്പോൾ തന്നെ മുങ്ങിക്കഴിഞ്ഞു, ഞാൻ തരുന്ന ഒരു അടയാളമേ ഉള്ളൂ. അപ്പോൾ അതിലും നല്ല അന്നത്തെ ഇവർ മരിക്കുന്ന അന്ന് ശരിക്കും സകല വിശുദ്ധൻ്റെ പിന്നെ വന്നാ മരിക്കുന്നത്. മരിക്കുമ്പോഴത്തേക്കും അന്ന് വൈകിട്ടത്തെ കൊന്തയ്ക്ക് ഒരു കൈ നീട്ടി ഈശോയെ ഞാൻ മേടിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കുക. 1 കിലോ മാംസത്തോളം തുടയെന്ന് അടന്ന് താഴെ വീഴും. എന്നിട്ട് അതോടെ അവർ മരിക്കുന്നു. പക്ഷെ അവർക്ക് ഈശോയിലുള്ള വിശ്വാസം അങ്ങനെയാണ് സിസ്റ്റർ താഴേക്ക് ഇറങ്ങുന്നത് അല്ലേ? അങ്ങനെയാണ് താഴേക്ക് ഇറങ്ങുന്നത്. ഈ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ക്രിസ്മസിനൊക്കെ ഒരു സമയമാണല്ലോ, ഈ അവിടത്തെ ക്രിസ്മസ് ഒക്കെ വരുമ്പോ എങ്ങനെയായിരുന്നു കാടിന്റെ ഉള്ളിൽ ആഘോഷിച്ചിരുന്നത്? കാടിന്റെ ഉള്ളിൽ നമ്മൾ ക്രിസ്മസ് കാരണം പിന്നെ ശരിക്കും പ്രാർത്ഥനയിലെ ഒരു ദൈവ അനുഭവത്തില് യേശു ഇറങ്ങി വന്ന് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണേന്ന് പ്രാർത്ഥനയോടെയാണ് ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് ആഘോഷം. അപ്പൊ അന്ന് ആ സമയത്ത് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പാതിരാ കുർബാനയ്ക്ക് വരും. അതൊക്കെ കാട്ടിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി വരും. രാത്രി പിന്നെ ഒരു 7 8 മണിയാകുമ്പോൾ താഴെ വരും.
കാട്ടിൽ നിന്ന് ഇറങ്ങി വരും. ഇതൊക്കെ അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 3 മണി കഴിയുമ്പോൾ ഞാൻ നടന്നു കയറും. വെളുപ്പിന് തന്നെ ഒറ്റയ്ക്ക്. പിന്നെ ഒറ്റയ്ക്ക് പോകും. അപ്പൊ ഈ താഴെയുള്ള ആളുകളൊന്നും പറയില്ലേ ഈ രാത്രി വെളുപ്പിന് പോകണ്ടെന്നൊന്നും? പിന്നെ താഴെയുള്ള ആൾക്കാർ പറയും, അവർക്കറിയാം ഞാൻ കയറിപ്പോയ പ്രശ്നമില്ലെന്ന്. പ്രശ്നമില്ല. ഞാനിങ്ങനെ പോയി ഇറങ്ങുന്നതല്ലേ. രാത്രി വെള്ളിയാഴ്ചയൊക്കെ പിന്നെ ഇറങ്ങി പിന്നെ രാത്രിയാകും കയറി 8 മണിയാകും മോളിൽ ചെല്ലുമ്പോൾ കുർബാന കഴിഞ്ഞിട്ട്. അപ്പൊ ഈ രാത്രി പോകുമ്പോ ഈ കാഴ്ച എങ്ങനെ കിട്ടും? കാറ്റ് ഒന്നുമില്ല, ടോർച്ച് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എങ്ങനെ ഈ കാട്ടിന്റെ ഉള്ളിൽ പോകുമ്പോ ലൈറ്റ് കാട്ടിൽ കിട്ടുന്നു? വരുമ്പോൾ നമുക്ക് എന്തോ എനിക്കറിയില്ല. ശരിക്കും നമ്മൾ ആ കാട് വകഞ്ഞ നേരത്തെ വെട്ടിയിട്ട കാടുണ്ടല്ലോ വഴി, അതിനാരും പോകും. 2 ദിവസവും കാടാ. അപ്പോൾ ഒരു ഏകദേശം ഇത്രയും രീതി കാട് തെളിച്ച് ഞങ്ങൾ കയറിയപ്പോൾ ആദ്യം കയറിയപ്പോ അത് പിന്നെ അങ്ങനെ തന്നെ അത് കടന്നു. കഴിഞ്ഞ് ഓഗസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ പഞ്ചായത്ത് റോഡ് വെട്ടിത്തെളിച്ച് വന്നു. പിന്നെ നമുക്ക് കയറി പോകാം. പിന്നെ നമ്മളുടെ പിന്നെ സർവ്വതും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ദൈവം പിന്നെ നമ്മളുടെ ദൈവം അവിടെ. അതുകൊണ്ടാണല്ലോ ആന വന്ന് കാവല് നിന്നതും ചെന്നായ്ക്കള് കൂടെ നിന്നത് അല്ലേ? മൃഗങ്ങള്. എന്നിട്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോമാശ്ലീഹായുടെ പള്ളിയിലാണ് ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് അവിടെ പോയിക്കൊണ്ടിരുന്നത്. പാലയൂര്. മറ്റിടത്ത് പിന്നെ ശനിയാഴ്ചയും പോകും. ബാക്കി ഇട ദിവസം അവിടെ തന്നെ പള്ളി ഉണ്ടല്ലോ, അവിടെ പള്ളി പോകും. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരുന്നിട്ടാണ് ഞാൻ പറഞ്ഞ ദർശനം കിട്ടി. അപ്പൊ ദൈവം പിന്നെ നമ്മുടെ മാതാപിതാക്കളുടെ സംരക്ഷണവും അവരുടെ അതിലും വലുത് ഈ 13 വർഷം ക്രിസ്മസ് കാട്ടിൽ തന്നെയായിരുന്നു അല്ലേ? വേറെ ആരും കോൺവെന്റിലേക്കോ അങ്ങനെ ഒന്നും പോയില്ല. അവിടെ പ്രാർത്ഥിക്കാൻ ഒത്തിരി പേര് വരുമായിരുന്നു പകല്. പേരിലല്ല, പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല. കാരണം നമ്മള് എവിടെ ഈ ക്രിസ്മസിന്റെ ആരെങ്കിലൊക്കെ സ്പെഷ്യൽ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നോ? ഇറച്ചിയൊന്നും കഴിക്കില്ല. ഇറച്ചി വെക്കുന്ന വീട്ടിലെ ഭക്ഷണം കഴിക്കാലോ. ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഒത്തിരി നക്ഷത്രം വലുതായിരുന്നോ? കുടിലിന് നക്ഷത്രം വലുതായിരുന്നോ? നക്ഷത്രമൊന്നുമില്ല. ഇടും? ഇല്ല, ഒന്നും ഇടില്ല. അവസാനമായപ്പോ സോളാർ പിടിപ്പിച്ചു. ലൈറ്റ് കിട്ടി. അവസാനമായപ്പോഴത്തേനാണ് ഞാൻ പറഞ്ഞ ജോർജ് പൈസ കൊണ്ട് തന്നു കഴിഞ്ഞാൽ പഠിച്ചത്. അപ്പൊ അതുവരെ സ്റ്റാർ ഒന്നുമില്ല, പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് അല്ലെ? ഈശോയെ അടുത്തറിഞ്ഞുകൊണ്ട് പാതിരക്കുർബാനയ്ക്ക് വരും. തൊട്ടറിഞ്ഞ് ഈ ഭക്ഷണ സാധനങ്ങളൊന്നുമില്ല, പച്ചക്കറി മാത്രമേ കഴിക്കുള്ളൂ അല്ല? അപ്പൊ ആരെങ്കിലും ക്രിസ്മസിന് അന്ന് പച്ചക്കറി കൊണ്ടുവന്ന് തരുമോ? പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാട്ടിൽ ഒത്തിരി ഇലകളുണ്ട് തിന്നാൻ പറ്റുന്ന. ഇപ്പൊ പച്ച അരിയും ഇതെല്ലാം ഇട്ട് വേവിച്ചൊരു വെള്ളത്തിന്. പിന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നവരുണ്ട് അവിടെ. അവര് അരി സാധനങ്ങളൊക്കെ വന്നിട്ട് അവര് തന്നെ അവിടെ വെച്ചുണ്ടാക്കി. അപ്പൊ അതിന്റെ ഇറച്ചി മീനും അവിടെ കയറ്റിയല്ല. അച്ഛന്മാരും നമ്മുടെ തലശ്ശേരി അവരിതില് എല്ലാ അച്ഛന്മാരും തന്നെ അവിടെ വന്നിട്ടുണ്ട്. അവര് ഇറച്ചി മീനും കൊണ്ട് നേരത്തെ തൂക്കിയിട്ടൊക്കെ നമ്മള് കയറുന്നത്. അവരും കൊണ്ട് കയറിയിട്ടില്ല. അവര് ഇറച്ചി മീനും കൊണ്ട് അവിടെ കയറിയത്. ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ സിസ്റ്റർ, ഇപ്പൊ ഈ 13 വർഷം ആ ഒരു കാടിന്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചപ്പോ സിസ്റ്റർക്ക് എന്ത് ഉൾക്കാഴ്ചയായിരിക്കും ഈശോ ദൈവത്തെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്? എനിക്ക് ദൈവത്തെ കുറിച്ച് ദൈവം കൂടെ ഉണ്ട്, അമ്മ കൂടെ ഉള്ളൊരു വലിയ എൻ്റെ അമ്മ കൂടെ ഉള്ള ഒരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. രണ്ടാമത് ഒത്തിരി മനുഷ്യരെ രക്ഷപ്പെടുത്താൻ അതിന് ഈ കുട്ടികളെ കൊണ്ടുപോയത്. ഇപ്പം അവരൊക്കെ ഒത്തിരി പേര് ഇവിടെ ഭക്ഷണമൊക്കെ കൊണ്ട് തരുന്നുണ്ട്. പക്ഷെ അവര് പിന്നെ വെളിപ്പെടുത്താതെ കൊണ്ട് തരുന്നത്. വാങ്ങാൻ നമ്മൾ പഠിക്കാനിക്കാതിരിക്കുക. പിന്നെ കുന്നംകുളത്ത് പെരുമ്പിലാവിലുണ്ടെന്ന് പറഞ്ഞത് അവിടെ അടുത്ത് ഇവിടുന്ന് പിള്ളേരെ കൊണ്ട് വിട്ട് അവിടെ ആക്കിയതാണ്. അതില് പിന്നെ 2 ഭിക്ഷക്കാരുടെ മക്കളുണ്ട്. അതിലൊരാൾ കളക്ടറാണ്. പഠിപ്പിച്ചിട്ട് അവിടെ സ്ഥാപനം ഉണ്ടായിരുന്ന നമ്മുടെ കപ്പ്യാരി വിജു ഒക്കെ എൻ്റെ കൂടെ വന്നു. ആ കളക്ടറാണ് നമുക്ക് ഊരിയൊക്കെ ഇട്ട് അവിടെ താമസിക്കാൻ വേണ്ടിയില്ല. പിന്നെ അവിടെ ഒരു ഭിക്ഷക്കാരന്റെ മകനായിരുന്നു. ഒരു കുഞ്ഞിങ്ങനെ തോളയിൽ പിന്നെ സഞ്ചി പോലെ ഒരു പിള്ളേരെ അമ്മയുടെ പാലും കുടിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞിനെ കൈ പിടിക്കേണ്ടാവുന്നില്ല. എന്നിട്ട് പിന്നെ ഒരു ബസ് വന്നു കുന്നംകുളം സ്റ്റാൻഡിലോട്ട് കയറുകയും ഈ സ്ത്രീയെ ഇടിച്ചു. ഈ സ്ത്രീയെ തൽക്ഷണം ഇടിച്ചപ്പോൾ ആൻഡ്രൂസ് അച്ഛൻ്റെ ഒപ്പ് കണ്ടായിരുന്ന ഒരച്ഛൻ യാക്കോബായിലേക്ക് പോയി. ഫാദർ അലക്സ് ചക്കാലയിരുന്നു അച്ഛൻ. യാക്കോബായി പോയ അച്ഛൻ പിന്നെ എന്നാടുപ്പെന്ന് വെച്ചാൽ അച്ഛന് സ്റ്റാൻഡിനിപ്പുണ്ട്. അച്ഛനിപ്പോൾ അന്നൊക്കെ ഇങ്ങനെ മുട്ടിയ പിള്ളേരെയൊക്കെ എടുത്ത കേസാണ്. അച്ഛൻ അവർ ലോഹം ഇട്ടുണ്ടല്ലോ നടക്കുന്നത്. അച്ഛൻ പെട്ടെന്ന് ഈ കുഞ്ഞിനെ അമ്മയുടെ ചോരയും പാലും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുഞ്ഞിനെ ആദ്യം എടുത്ത് മറ്റേനെ കൈ പിടിച്ചു. ഉടനെ അവരുടെ ആർത്താറ്റുകാർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അത് പിന്നെ ചോരയാകും കുഞ്ഞിൻ്റെ മേത്ത്.
അച്ഛൻ്റെ ലോകെ ചോരയാവുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു ചോരയായാൽ കഴുകി കളഞ്ഞാൽ പോകും, പക്ഷെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ കുട്ടികളെ അവിടെ പഠിപ്പിച്ചു. അന്നേരം അവിടെ യൂറോപ്യൻസ് ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് ഈ കുട്ടികളെ സ്പോൺസർ ചെയ്തു. അവരാണ് ഒരാൾ കളക്ടർ, ഒരാൾ ഫാഷൻ ഡിസൈനർ, കമ്പ്യൂട്ടർ ബാംഗ്ലൂരാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളൊക്കെ പിന്നെ പൊടിയായിട്ടല്ലേ കിട്ടിയത്. പൊടി കുഞ്ഞുങ്ങളെ അച്ഛൻ 2-3 പിന്നെ പ്രായമുള്ള 2 പേരെ നിർത്തി അങ്ങനെ പിന്നെ അതിൻ്റെ വാർഷികമാണ് ഈ പിന്നെ ജൂബിലിക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ 6-ാം തീയതി മെയ് 6-ാം തീയതി നമ്മൾ അവിടെ പോയി കയറിയിട്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയില്ല, 5-10 പേര് കാണും എൻ്റെ കൂടെ. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എടുത്തുവായിക്ക് നമ്മുടെ കുടുംബപ്പള്ളി അവിടേക്ക് പോയി. പക്ഷെ 6-ാം തീയതിയാണ് അച്ഛൻ മരിച്ചത്. സിസ്റ്റർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ശിശുഭവനിലാണ് അല്ലേ, നോക്കുന്നത് അല്ലേ? ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇത് നമ്മൾ ശരി ഒന്നുമില്ലാതെ തുടങ്ങി. ഇത് അടയ്ക്കാത്തോടെ തുടങ്ങിയത്. മാനന്തവാടി ശിശുഭവൻ. അവിടെ വാടകയ്ക്ക് ഒരു കെട്ടിടമായിരുന്നു. കെട്ടിടത്തിൽ താമസിക്കുമ്പോൾ മച്ചിട്ട് വീടായതുകൊണ്ട് പാമ്പ് മുകളിൽ തൂങ്ങി കിടക്കുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങളവിടെ ഒരു 13 പിള്ളേർ. ആദ്യം ഒരു അമ്മ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പെരുമിൻ്റെ മൈത്രി ഭവനിൽ ഞാനായിരുന്നപ്പം കൊണ്ടുത്തന്ന 2 ആൺകുഞ്ഞുങ്ങളെ കൊണ്ടുത്തന്ന് ആർക്കെങ്കിലും കൊടുക്കുകയോ വയ്ക്കുകയോ അങ്ങനെ പിള്ളേർ പെട്ടുപോയത്. അങ്ങനെ ആ കുട്ടികളെ കൊണ്ട് അന്നേരപ്പോഴത്തേക്കിന് അടയ്ക്കാത്തോട് വാടകയിൽ ജെയിംസ് എൻ്റെ ഭാര്യ സോണിയ അടയ്ക്കാത്തോട് സ്ഥലം തന്നു. കെട്ടിടം പള്ളിയുടെ തൊട്ട് താഴെ, എല്ലാം പള്ളിയുടെയാണ് തൊട്ട് താഴെ. അപ്പോഴത്തേക്കിന് സ്ഥലം തന്നു കഴിഞ്ഞ് കെട്ടിടമാകണമല്ലോ. അപ്പോഴത്തേക്ക് അതുവരെ അവിടെ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി ഞങ്ങളവിടെ വാടകയ്ക്ക് ലാലു എന്ന് പറഞ്ഞ ഒരാളുടെ വീട്, പഴയ വീടാണ്. മച്ചിൻ്റെ മുകളിൽ കൂടെ പാമ്പ് തൂങ്ങിക്കിടക്കുന്ന കണ്ടുകൊണ്ട് അന്ന് നമ്മൾ കിടന്നുറങ്ങുന്നത്. പക്ഷെ ഒന്നും നമ്മളെ ഉപദ്രവിക്കാറില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ആ വരാന്ത ഒരു പൊളിച്ച് വാർക്കാൻ പോകാമെന്ന് പറഞ്ഞു. വരാന്ത പോലെ കെട്ടാം. അപ്പോൾ പഴയ പൊടി കുട്ടികൾക്ക് അലർജിയാവുമെന്ന് ഓർത്ത് നിൽക്കുമ്പം അതാണ് പിന്നെ ഇവിടെ ഒരു വീട് പിന്നെ മഴത്തൊട്ടി അപ്പച്ചൻ എന്ന് പറഞ്ഞ അയാളുടെ വീട്ടിൽ നിന്ന് പിന്നെ പുതിയ വീട്ടിലേക്ക് മാറുക. അപ്പോൾ താമസിച്ച വീട് എളുപ്പമുണ്ടല്ലോ, അവിടേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നു. 13 പിള്ളേരും ഞാനും ഒരു ഹെൽപ്പറും. എന്നിട്ട് അവിടെ വന്നപ്പോഴത്തേക്കിനും പിന്നെ അവിടെ താഴെ ഒരു വലിയ തട്ടുപാറയുണ്ട്. ഈ കയ്യാല പോലത്തെ താഴോട്ടൊരു കുഞ്ഞു വീണാൽ അപ്പം 1.5 വയസ്സുള്ള 2 വയസ്സുള്ള 3 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കിന് ഉടനെ പിന്നെ ആ പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങനെ ഇരിക്കെ കൊച്ചു പോത്തുമൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നൊരിക്കൽ മഞ്ഞളാമ്പുറത്ത് ഒരു വീട് അവർ പൊളിക്കാനിട്ടിരുന്ന, അതവിടെ ആ വീടാകുമ്പോൾ സൗകര്യമുണ്ട്. പിന്നെ വലിയ വീടുമാണ്. പിന്നെ ആ വീട്ടിൽ ഒരു ആർച്ചൊക്കെ വെച്ച് പുതിയ വീടാക്കി വാടകയില്ലാതെ എങ്കിലും വാടക ചീട്ടെഴുതി നമ്മളവിടെ താമസിച്ചു. അവിടെ താമസിച്ചപ്പം അത് ചോരുന്ന വീടാണ്. അവിടെ പാമ്പാണ് ഇവിടെ ചോരുന്നത്. കാലിൻ്റെ കണ്ണയ്ക്ക് മുകളിൽ വെള്ളത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. കുഞ്ഞുങ്ങൾ കന്നരപ്പം കമ്മിറ്റിക്കാരിറങ്ങി കട്ടിൽ വീട് നടത്തി. കുറച്ച് കട്ടിലുണ്ട്, ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കിടത്തി അവിടെ താമസിച്ച് നമ്മളൊരു ബെഞ്ചല്ല ഞാൻ കിടക്കുന്നത്. അപ്പം അങ്ങനെ ഒരവസ്ഥയിലേക്ക് വന്നു, വെള്ളത്തിലാണ്. അങ്ങനെ ഇരിക്കെ പിന്നെ ജോയി ബാല്യത്തിൽ ഈ സ്ഥലം നമുക്ക് തന്നു. ഈ സ്ഥലം തന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ കല്ല് വെച്ച് ആൻഡ്രൂസ് അച്ഛനാണ് കല്ലിട്ട് കഴിഞ്ഞിട്ട് 1 പൈസ നമ്മുടെ ഇല്ല. ഒരു ബാറുകാർ 2 ലക്ഷം രൂപയും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു സോറി, അതുകൊണ്ട് ഇത് പണിയാൻ വിഷമമുണ്ട്, അതുകൊണ്ട് സ്നേഹത്തോടെ തിരസ്കരിക്കാമെന്ന് പറഞ്ഞു. വേറൊരു ബാറുകാർ 5 ലക്ഷം കൊണ്ടുവന്നു, അതും തിരസ്കരിച്ചപ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാർക്ക് ദേഷ്യം വന്നു. സിസ്റ്ററിൻ്റെ 10 പൈസ പോലും ഇല്ലാനും പിന്നെ കറകളഞ്ഞ പൈസ എവിടുന്നാണ് വരുന്നത്. അതൊക്കെ ശരിയാണ്, മാനുഷികമായിട്ട് ചിന്തിക്കാൻ ഓരോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ പുഴയാണ് നമ്മളെ രക്ഷിച്ചത്. പുഴയിലെ അരിയിൽ 3 കൂന മണ്ണ് കോരിയിട്ടാണ് തോന്നുന്നു. 3 കൂന മണ്ണ്. അപ്പോൾ ആൻഡ്രൂസ് അച്ഛൻ അവിടെ ഇരിക്കുന്നത്, അച്ഛനറിയാം സത്യമല്ല. ആൻഡ്രൂസ് അച്ഛനോട് ഞാനെന്ന് വെച്ചാൽ 3 കൂന മണ്ണ് കോരിയിട്ടാണ് തിരയടിച്ച് കയറിയതല്ല.
ദൈവത്തിൻ്റെ പങ്ക് വന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അത് പച്ചമുളക് അത് കോരിയിടാം. അത് കോരിയിട്ട് കഴിഞ്ഞപ്പം ചിരട്ടവേലി കുഞ്ഞുമോനെന്ന് പറഞ്ഞ ആളെ ചെട്ടിയാമ്പറമ്പ് കുറേന്ന് കല്ല് വന്നു, പിന്നെ കണിയാമ്പറമ്പ്, അങ്ങനെ ചെട്ടിയാമ്പറമ്പ് കുറേന്ന് കല്ല് വരാൻ തുടങ്ങി. കല്ല് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് പാവങ്ങൾ പിന്നെ മുതൽ 1 കിലോ 2 കിലോ സിമെൻ്റൊക്കെ കൊണ്ടിടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 1 ചാക്ക് 5 ചാക്ക് 10 ചാക്ക് സിമെൻ്റ്, അങ്ങനെ പണി തുടങ്ങി. പൈസ കൊണ്ടല്ല പണിത്, എല്ലാവരും എല്ലാം സഹായിച്ചു പണി തുടങ്ങി. ആദ്യത്തെ നില വാർക്കാനായപ്പോൾ ഓരോരുത്തർ പിരിവിന് പോയതല്ല, ഇങ്ങോട്ട് കൊണ്ടു തന്നു. പിന്നെ കമ്പിയും മണലിനുള്ള പൈസയും, മണൽ പുഴയിലെ മണലില്ല, അതിന് മുകളിലത്തെ വാർക്കാൻ മണൽ പുറത്തുനിന്ന് കൊണ്ടുവന്നു. ആ മണൽ പൗലോസ് പൊട്ടയ്ക്കലാണ് ഏറ്റപ്പോൾ 10 പൈസ കിട്ടുമെന്ന് ഓർത്തല്ല, പിന്നെ അങ്ങ് പണിയാൻ കൂടിയെന്നേ ഉള്ളൂ. എന്നിട്ട് അത് പിന്നെ പണിത് ഒരു നില പണിത് കഴിഞ്ഞപ്പോഴത്തേക്കിനും 2ാം നില കല്ലുണ്ടായിരുന്നുകൊണ്ട് കിട്ടിപ്പോയി. അപ്പോഴത്തേക്കിനും വാർക്കാൻ പൈസയില്ല. 50,000 രൂപ ഉണ്ടെങ്കിൽ നടക്കുള്ളൂ പോലെ പറഞ്ഞു. ഉടനെ പിള്ളേർ പറഞ്ഞു, അന്ന് കുഞ്ഞു പിള്ളേർ അന്ന് സിസ്റ്റം വെച്ച് പ്രാർത്ഥിക്കും, മാതാവ് ആരെയും കാണിച്ചില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു ഫോൺ നമ്പർ എഴുതി കാണിച്ചു തന്നു. പിന്നെ ഉളിക്കൽ സ്കൂളിൽ നിന്ന്, ഉളിക്കൽ ടൗണിൽ നിന്ന് വയറ്റൂർ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് വാലയിൽ എന്ന് പറഞ്ഞൊരു വീട്ടുകാരാണ്, അവരോട് വിളിച്ച് ചോദിച്ചു. ആ നമ്പർ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അവരെ അറിയില്ല, അവരെന്നെ ഒരു 50,000 രൂപ കടം തരുമെന്ന് ചോദിച്ചു. അവർ തരാൻ തയ്യാറായി. അപ്പോഴത്തേക്കിന് ആ പൈസ പിന്നെ കൊണ്ട് നമ്മൾ മണൽ മേടിച്ചു, 2ാം നിലയും വാർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അരിപ്പാറയച്ചനാണ്. പിന്നെ നരിപ്പാറയച്ചൻ പറഞ്ഞു, നമുക്ക് താഴെ അടുക്കളയും ആ ഹോളും ഈ വരാന്തയും മാത്രം ടൈലിട്ടിട്ട് നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അവിടെ വെള്ളത്തിൽ കിടക്കല്ലേ. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു വെച്ചാൽ കുഞ്ഞു പിള്ളേർ 55 ദിവസമായ കുഞ്ഞ് തലശ്ശേരിയിൽ നിന്ന് ഉണ്ടാക്കിയതുണ്ട്, 1.5 വയസ്സുള്ളതുണ്ട്, 2 വയസ്സ്. അപ്പോൾ കുഞ്ഞു പിള്ളേർ മണ്ണ് നക്കി തിന്നും, മുട്ടുമൊക്കെ പൊട്ടും വീണാലെന്ന് പറഞ്ഞു. എന്നാൽ കമ്മിറ്റിക്കാരൊരു 10,000 രൂപ വീതം കൊടുക്കുക, പലിശയില്ലാതെ, ഡിസംബർ 31-ാം തീയതി തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അപ്പോഴത്തേക്കിനും ഉടനെ പിന്നെ എല്ലാവരും കൊണ്ട് തന്നു 1,50,000. കമ്മിറ്റിക്കാരെ നല്ല മനസ്സോർക്കണം, ഇത് കിട്ടാനൊരു വഴിയില്ലാത്തതാണെന്ന് ഓർക്കണം. എന്നിട്ട് അവർ കൊണ്ട് തന്നു. പിന്നെ നമ്മൾ വാർത്ത് ഇത് കയറി അപ്പോഴത്തേക്കിനും ഉടനെ കൊട്ടാരം റൈഡേഴ്സ് ഇരുത്തി അവർ ടൈലും കൊണ്ടുവന്നു ഫസ്റ്റ് ഫ്ലോറിന് താഴെ. നമ്മൾ ഫസ്റ്റ് ഫ്ലോറായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് 31-ാം തീയതി കൊടുക്കണമല്ലോ. അവർ ടൈലും കൊണ്ട് വന്നപ്പോൾ നരിപ്പാറയച്ചൻ പറഞ്ഞു, സിസ്റ്റർ പിന്നെ നമുക്ക് ആ പൈസ കൊടുക്കണമല്ലോ, ടൈലിൻ്റെ പൈസയായിട്ട് മേടിച്ചാൽ ചൗരാങ്ങനെ ഉണ്ടെന്നല്ലേ, അതിന് ദൈവം ഏതെങ്കിലും വഴി ഉണ്ടാക്കും. അങ്ങനെ പള്ളിക്കലെന്നും പറഞ്ഞ് കേളകത്തൊരു വീടുണ്ട്, കടയുണ്ടായിരുന്നു, കേളകത്ത് കടയുണ്ടായിരുന്നവരാ. അവർ വന്നപ്പം അവളുടെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. കൊച്ചു സുഖപ്പെട്ടത് നന്ദി പറയാൻ അവളുടെ ആങ്ങളുടെ ഭാര്യയും പിന്നെ അവളും കൊച്ചും ഉണ്ടാകുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ അവർ അയർലൻഡിൽ ജോലിയാണ്. ഞങ്ങളുടെ ബോസ് കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട്, 9 കൊല്ലമായി ഒരു പേപ്പർ പോലും നീങ്ങുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിച്ച് ശരിയാവുകയാണെങ്കിൽ അവർ സഹായിക്കുമെന്ന് പറഞ്ഞു. ഉടനെ കുഞ്ഞു പിള്ളേരാണ്. അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറയാൻ ചേച്ചി, എപ്പോൾ ശരിയാവുമെന്ന് പറയാമെന്ന് പറഞ്ഞു. ഇവർ അകത്ത് പിന്നെ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്, പിന്നെ തൃശ്ശൂർ, അതും റൂമിൽ നിന്ന് വെഞ്ചരിച്ച് നമുക്ക് അയച്ചു തന്ന ഒരു രൂപമാണ്. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ചേച്ചി പിള്ളേർ പറഞ്ഞു, ചേച്ചി 2 ആഴ്ചയ്ക്ക് ശരിയായും ചേച്ചി വിളിച്ചു പറഞ്ഞു. പിള്ളേർ പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു പറയാൻ മടിച്ചു. അവസാനം അവൾ തോളെ കയറി പറയിപ്പിച്ചു. 4-ാം പക്കം അതിൻ്റെ പേപ്പർ വാങ്ങി അവർ 3 ലക്ഷം രൂപ അയച്ചു തന്നു. അപ്പം 2.80 ഇതിനായുള്ളൂ. ഉടനെ പിള്ളേർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടുപ്പ് മേടിച്ചു തരണം. ബാക്കി എനിക്ക് ചെറുതിന് വരെ കണക്കറിയാം, ഞങ്ങൾക്ക് ഉടുപ്പ് മേടിച്ചു തരണം. അപ്പം നരിപ്പാറയച്ചൻ പിള്ളേരുടെ കൂടെ കൂടി. അച്ഛൻ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണ്, നിങ്ങൾ വില കൂടിയാലും കുറഞ്ഞാലും ഉടുപ്പ് മേടിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഉടുപ്പ് മേടിച്ചു കൊടുത്തു. പിന്നെ ഇങ്ങോട്ട് ബാക്കിയെല്ലാം നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന്. 3-ാമത്തെ ഏറ്റവും മുകളിലത്തെ നില MP ഫണ്ട്. MP ഫണ്ട് രാഷ്ട്രീയം വലിയ ഇഷ്ടമില്ലാഞ്ഞുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ട് അത് ഇടിച്ചു കയറി വന്നത്. അത് മുകളിലത്തെ നില പിന്നെ സുധാകരൻ്റെ അത് പണിത് കഴിഞ്ഞപ്പോൾ നമ്മളോട് ഇനിയൊന്നും പരിപാടിയില്ല. അങ്ങനെ തട്ടാപറമ്പിലെ സ്റ്റാൻലി ഇവിടെ വന്ന് ഭാര്യയും മകളുടെ കെട്ടിയും എല്ലാവരും കൂടെ വന്ന് നോക്കിച്ച് മുകളിലത്തെ സീലിംഗ് ഏറ്റു.
ഏറ്റു സീലിങ് സ്പോട്ട് ലൈറ്റും ഒക്കെ എല്ലാം ചെയ്ത് നല്ലതായിട്ട്. അത് പിന്നെ ഈ ജനങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഒത്തിരി മനുഷ്യരെ ചെയ്തിട്ട് എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് കല്യാണം വന്നത് ആദ്യത്തെ പെണ്ണിൻ്റെ. അപ്പോൾ കളക്ടറൊക്കെ ഉണ്ട്, കളക്ടറോട് 4 പട്ടാളവും 4 പോലീസും. ഇപ്പോൾ ഇവിടെ സദ്യ, ഇവിടെ പന്തൽ, ഇതിൻ്റെ ഇടയിൽ ഇവിടെ എല്ലാം സദ്യ. മുകളിൽ കളക്ടറൊക്കെ ഏറ്റവും മുകളിൽ വിട്ടു. അപ്പോൾ കളക്ടർ എന്നോട് പറഞ്ഞു, അമ്മേ ഇത് അനാഥാലയം എന്നാരോടും പറയില്ലേ, കളക്ടറേറ്റിലും ഒത്തിരി നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ദൈവം ഒരുക്കിയതായത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കോവിഡിൻ്റെ ബോർഡ് വരുന്നതിന് അപ്പുറം ഔട്ട് ഹൗസ് ശരിയായി. ആരെങ്കിലും വന്നാൽ ഒന്ന് മൂത്രം ഒഴിക്കണേ ഇവിടെ തുറക്കാൻ അനുവാദമില്ല, അവർ ബോർഡ് വെച്ചു. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ ബാത്റൂമുണ്ട്. അതിനകത്ത് പിതാക്കന്മാരൊക്കെ വന്നാൽ, കളക്ടർ വന്നാൽ ഒരു റൂമുണ്ട് ഫ്രഷ് ആകാൻ വേണ്ടി. അവിടെ പിന്നെ അവരും വന്ന് എല്ലാ സൗകര്യം ദൈവം എല്ലാം നമ്മൾ പോലും അറിയാതെ എല്ലാം ചെയ്തു. സിസ്റ്റർ ഇപ്പൊ ഇവിടെ എത്ര കുട്ടികളുണ്ട്? ഇപ്പം 3 പിള്ളേരെ ഉള്ളൂ. 7 പിള്ളേരാണ്. കുട്ടികളെല്ലാം കൊണ്ടുവരുന്ന സർക്കാരാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ക്രിസ്മസ് കഴിയുമ്പം വരും. അടയ്ക്കാത്തോടെ ഒരു വെച്ചാൽ 4 കുട്ടികളായിട്ട് അമ്മ പോയതാ. അതിൽ മൂത്ത കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇളയത് പിന്നെ വേറെ പിള്ളേരെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് പരീക്ഷ. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പം ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് എല്ലാവരും ഈ ഭയങ്കര ആരവങ്ങൾക്ക് പുറകെ ഓടുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ. ലോകം മുഴുവൻ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എപ്പോഴും ആഘോഷങ്ങളും ആരവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക. ആർക്കും സമയമില്ല, ഫുള്ള് ഓടുക. ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ സിസ്റ്റർ 13 വർഷം ഏകാന്തമായിട്ട് മൗനവ്രതമെടുത്ത് തപസ്സനുഷ്ഠിച്ച് ഒരു മലമുകളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് അതിൽ നിന്നൊരു വലിയൊരു ദൈവത്തിൻ്റെ ഉൾക്കാഴ്ച സിസ്റ്റർ നേടി. ആ സിസ്റ്ററിനെ സംബന്ധിച്ചോളം അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട്, ഈ ഒരു കാലഘട്ടത്തിലെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ ജനങ്ങളോട് സിസ്റ്ററിന് എന്താണ് പങ്കുവയ്ക്കാനുള്ളത്? നമ്മളുടെ ഏറ്റവും വലുത് നമ്മളുടെ നാവ് ആയുധം. കത്തി കൊണ്ട് കുത്തിയാൽ ചികിത്സിച്ചാൽ മാറ്റാം. നമ്മുടെ നാവ് കൊണ്ട് വരുന്ന ഒരു വാക്ക് ചികിത്സിച്ചാൽ അതിന് മരുന്നില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരെ പറ്റി നല്ലത് പറയുകയും നല്ലത് ചിന്തിക്കാതെ അവിടെ ഇരുമ്പോൾ ചെയ്യുന്നത്, നല്ലത് പറയുക, പ്രവർത്തിക്കുക, ചിന്തിക്കുക. അപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെ നിൽക്കും. തീർച്ചയായിട്ടും. അപ്പം അത് പിന്നെ വേറൊരു സംഗതി, മറ്റുള്ളവൻ്റെ കഷ്ടത കണ്ടിട്ടത് കാണാതെ പോകരുത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പം ഈ 2018 വെള്ളപ്പൊക്കം വന്ന് പ്രശ്നം ഉണ്ടായപ്പം ഇവിടെ ഓണസദ്യക്ക് വന്ന പൈസയെന്ന് 25,000 രൂപ ഓണസദ്യക്ക് വന്നത്. അപ്പോൾ ഉടനെ കുട്ടികളാണ് അവിടെ ശരിക്കും അവരുടെ റോളാണ്. പക്ഷേ ആ പിള്ളേരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിലൊക്കെ ഇച്ചിരി കാര്യമുണ്ട്. അപ്പോൾ മാറ്റിയെങ്കിലും ആ പിള്ളേർ പറഞ്ഞു, സിസ്റ്റം വെച്ച് എല്ലാവരും വെള്ളത്തിൽ കിടക്കല്ലേ, നമുക്ക് പച്ചക്കറിയുണ്ട്, അരിയുണ്ട്, പിന്നെ അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ നമുക്ക് കളക്ടറുടെ ദുരിതാശ്വാസ നിധിയിൽ ഈ പൈസ കൊടുക്കുക. അപ്പോൾ പൊതു മുതലാണല്ലോ, നമ്മൾ രഹസ്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ചൈൽഡ് ലൈനിൻ്റെ 2 പേര്, കമ്മിറ്റിക്കാർ 2 പേര് എല്ലാം കൂടെ കൊടുത്തും. ബാലകിരൺ കളക്ടറാണ് പുള്ളി. 7 ചെറിയ പിള്ളേരെയാണ് കൊണ്ടുപോയത്. ഇതുങ്ങളെ 7നെയും കൂടെ അങ്ങ് പിടിച്ചു വെച്ച് പറഞ്ഞു, അനാഥാലയം ഒരിക്കലും ഉണ്ടെന്ന് പറയുകയില്ല, അവരാർക്കും കൊടുക്കുകയില്ല. ഇത് 7 കോടിയുടെ 25 കോടിയുടെ വിലയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞേച്ച് ഞങ്ങൾ കൊടുത്തേച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പം 65,000 രൂപയുടെ സാധനം ഇവിടെ വന്നിട്ടുണ്ട്, ഓണസദ്യ വന്നിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ തിരിഞ്ഞ് നിന്ന് എന്നോട് പറഞ്ഞു, കണ്ടോ കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പം 25,000 രൂപ, ആ 25,000 രൂപ കൊടുത്ത്. അതുപോലെ തന്നെ പിള്ളേർ ഉപവാസം എടുക്കുക എല്ലാ സെക്കൻഡ് സാറ്റർഡേയും രാവിലെ മുതൽ ഉച്ച വരെ. നമുക്ക് വേണ്ടി ഒത്തിരി പേര് പണിയെടുക്കുന്നില്ലേ, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നതാണ്. 3 വയസ്സുള്ള കുഞ്ഞു വരെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. ഇവിടെ അപ്പവും കറിയൊക്കെ വന്നത് ഇരിപ്പുണ്ട്, കറിയും ചോറും എല്ലാം ഇവിടെ വെച്ചിട്ടാണ് നടക്കണം. ഉപ്പിട്ട് കഞ്ഞിയെല്ലാം കൊടുത്ത് അതിന് അവർക്ക് ഞാൻ 1000 രൂപ കൊടുക്കണം. 1000 രൂപ അവരുടെ കണക്കിലാണ്. അങ്ങനെ ആയിട്ട് പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ 5,000 ആകുമ്പോൾ ഇവർ കൊടുക്കും. അങ്ങനെ മണത്തനെ സ്കൂളിൽ ഒരു കൊച്ചിന് വീടുണ്ടാക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് പിന്നെ താക്കോല് മേടിക്കാൻ
സണ്ണി ജോസഫ് MLA MLA. വന്നപ്പോഴത്തേക്കിന് MLA പറഞ്ഞു, ശിശുഭവനിലെ പിള്ളേർ ആദ്യം പൈസ തന്നിരിക്കുന്നത്, അവരും ഞാനും കൂടെ താക്കോല് കൊടുക്കുന്നത്, അതുകൊണ്ട് അവരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധപൂർവ്വം ഇവിടുന്ന് അവരെ കൊണ്ടുപോയി അവരും ഇതും കൂടെ കൊടുത്തു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ ഒരു വർഷം 1.5-2 ലക്ഷം രൂപയോളം മറ്റുള്ളവർ സഹായം തന്നിട്ടാകട്ടോ പിന്നെ പാവങ്ങൾക്ക് വേണ്ടി പുറമേ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ദൈവം ഇതെല്ലാം കുറവില്ലാതെ തരുന്നുണ്ട്. ദൈവത്തിൻ്റെ മാത്രം സംരക്ഷണം കൊണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യം, തമ്പുരാൻ കൂടെ ഒന്നും പേടിക്കണ്ട. പക്ഷേ ഇതിനകത്ത് നമുക്ക് മുള്ളുകളും വിഷമങ്ങളും വരും. പക്ഷേ നമ്മുടെ ഉള്ളിൽ അപ്പം കിടക്കുന്നത് ആ വിശ്വകുർബാന സ്വീകരിച്ചപ്പം ആ സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നുപോയ ആ ഒരു വലിയ ഇതാണ്. പിന്നെ നമ്മളുടെ ഗ്രാൻഡ് പേരൻസ് ഒത്തിരി വിശ്വാസത്തിൽ മക്കളെ വളർത്തുമായിരുന്നു. കാരണം പ്രാർത്ഥിക്കുന്ന രൂപത്തിൻ്റെ അവിടെ തന്നെ ഒരു ആണിയടിച്ച് ചീർക്കിൽ വളച്ച് കെട്ടി അവിടെ തൂക്കിയിട്ടുണ്ട്. അത് താഴെ ഇറങ്ങിയാൽ മുട്ടയെന്ന് താന്നിരുന്നാൽ അടി കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ആ കൊച്ചിലേ കിട്ടുന്ന, അതാണ് നമ്മളിവിടെ പിള്ളേരെ ശ്രദ്ധിക്കുന്നത്. കുഞ്ഞിലേ കിട്ടുന്ന ആ ഒരു ട്രെയിനിങ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ അത് ദൈവാനുഗ്രഹമായിട്ട് തീരും. തീർച്ചയായിട്ടും സിസ്റ്ററിന്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ വലിയൊരു പ്രചോദനം ഉള്ളിൽ തോന്നുകയാണ്. 7 വയസ്സിൽ സിസ്റ്ററിന്റെ ഉള്ളിലേക്ക് കടന്നതാണ്. ത്യാഗത്തോടെ ഈശോയ്ക്ക് വേണ്ടി, മൂല്യത്തോടുകൂടി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം 7 വയസ്സിൽ തുടങ്ങി. ഇന്ന് അത് ജീവിതത്തിലൂടെ ഞാൻ ഈ കഴിഞ്ഞ വർഷം പ്രായം ഇത്രയായില്ലേ, 30 ദിവസം അടുപ്പിച്ച് ഉപവാസം എടുത്ത് വെയിലെനിക്ക് പറ്റിയായിരുന്നല്ലേ, പണിക്കാരോടുണ്ട്. ഞാൻ ആ വെയിലത്തിറങ്ങി തീ വിഴുങ്ങിയാണ് കൈപോയി. പെട്ടെന്ന് ഞാൻ തളർന്നു കിടന്നിട്ട് ഞാൻ പിറ്റേ ദിവസം എല്ലാവരും കൂടെ കുത്തിപ്പോക്കി 11 മണിക്ക് എന്നെ എഴുന്നേൽപ്പിച്ച് ഞാൻ എഴുന്നേൽക്കുന്നത്. ആ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ ഇവർ ആശുപത്രി അവിടെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു എനിക്ക് ഹോമിയോ മതി, ജെയ്സോ ഡോക്ടർ അടുത്ത് പോയാൽ ജെയ്സോ ഡോക്ടർ പറഞ്ഞു, ദൈവമേ ഞാൻ തരികയല്ല മരുന്ന്, നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലും, സിസ്റ്ററുടെ ഈ അവസ്ഥ. കാരണം കംപ്ലീറ്റ് ഞാൻ ഇതായി. പക്ഷേ എൻ്റെ ഹോമിയോ മരുന്ന് കൊണ്ട് എൻ്റെ അത് പോയി. പിന്നെ അതുകൊണ്ട് പിന്നെ ഇവിടെ ഡോക്ടർക്ക് എനിക്ക് മരുന്ന് തരാം. പക്ഷേ പുള്ളി ഇവിടെ കൊണ്ടുതരും. നമ്മുടെ സച്ചിദാനന്ദ ഹോമിയോയിലെ ഡോക്ടർ ഇരുന്നതാണ്. പിന്നെ തന്നെയല്ല, നമ്മൾ അവിടെ ഒത്തിരി കൗൺസിലിംഗ് നടത്തി ഒത്തിരി പേരെ രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നത്. അപ്പോൾ അതിന് ആണ് ഷാപ്പിൽ നിന്ന് ആളെ പിടിച്ചുകൊണ്ട് പോയാണ്ട് സൈക്കോളജി പഠിക്കാൻ ദൈവം എല്ലാം തമ്പുരാൻ ക്രമീകരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി അനുസരിച്ച് ദൈവം വഴി നടക്കി ഇത്രത്തോളം. കാട്ടിൽ താമസിക്കുന്നുള്ളതെന്ന് വെച്ചാൽ ആങ്ങളമാർ കൊണ്ടുപോയി 2 ദിവസം അടച്ചിട്ട് തന്നെ അമ്മാവന്മാർ അച്ഛന്മാർ തുടങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരിക്കലും ഒറ്റയ്ക്ക് പോകില്ല. കാട്ടിൽ താമസിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവർ കൊണ്ട് അടച്ചിട്ട്. കാട്ടിൽ പോയി കിടക്കാം. കാരണം പിന്നെ കണ്ണൂരെന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ളവർക്ക് ഭയങ്കര പേടിയുള്ള സ്ഥലം കൂടിയായിരുന്നു. ഞങ്ങൾ മാടകശ്ശേരി അച്ഛൻ എൻ്റെ അമ്മച്ചിയുടെ കസിനാണ്. മാടകശ്ശേരി അച്ഛൻ മരിച്ചപ്പോൾ അറിഞ്ഞ് മൈത്രി ഭവനിൽ നിന്ന് ഞങ്ങൾ കുറേ പേരുണ്ട്, 10-18 പേരുണ്ട്. വണ്ടിക്ക് പോവുക, വഴി ചോദിച്ചപ്പോൾ അവിടെ നിന്നുണ്ട് ആൾക്കാർ വന്ന്, എടാ മാറുമെന്ന് പറ, KL 13 കണ്ണൂരിൻ്റെ വണ്ടിയുണ്ട്. അത്രയും പോലും മനുഷ്യർക്ക് പേടിയുള്ള നാട്ടിൽ വന്ന് ഇത്രത്തോളം, അത് മൃഗങ്ങളെ പോലും പേടിയുള്ള ഒരു സമയത്ത് ദൈവം ഒറ്റയ്ക്ക് ത്യാഗത്തിലൂടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട. നമ്മൾ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഇവിടെ മണ്ണിട്ടപ്പോൾ പ്രശ്നം, ഇഡ്ഡലി വെച്ചപ്പോൾ പ്രശ്നം ഒക്കെ ഒത്തിരി ഉണ്ടായി. കാരണം ആ സഹനം ഇല്ലാതെ നമ്മളൊന്നും, കുരിശില്ലാതെ കിരീടമില്ല എന്നുള്ള തീർച്ചയായിട്ടും എനിക്ക് അത് തന്നെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. സിസ്റ്റർ ഒറ്റയ്ക്ക് ആ ഒരു കാലം ജീവിച്ചപ്പോൾ ആന ഫ്രണ്ടിൽ വന്ന് കാവൽ നിന്നു. സിസ്റ്റർ രാത്രി കാടിലൂടെ നടന്നു പോകുമ്പോൾ ചെന്നായ്ക്കൾ കൂടെ കൂട്ടിന് നടന്നു വന്നു. ഇതാണ് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും. ആ ഒരു ദൈവം കരുതി തനിക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കി സിസ്റ്ററിനെ ഈ ഒരു 7-ാം വയസ്സിൽ സിസ്റ്ററിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ചിന്ത കൊടുത്തു. തുടർന്ന് ദൈവം പരിപാലിച്ചു. ഇങ്ങനെ ഇപ്പോഴും പാവങ്ങൾക്ക് വേണ്ടി, കുട്ടികൾക്കൊക്കെ വേണ്ടി ത്യാഗമെടുത്തുകൊണ്ട് തന്നെ സിസ്റ്റർ ഒന്ന് ജീവിക്കുകയാണ്. സിസ്റ്ററിൻ്റെ അനുഭവമാണ് നമ്മൾ ഇത്ര നേരം കേട്ടത്. ഒരുപാട് നന്ദി സിസ്റ്റർ ഇത്ര നേരം പങ്കുവച്ചത്. തകർന്ന കുടുംബങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ 3 കുഞ്ഞുങ്ങളെ അമ്മയും കൂടി വെട്ടിക്കൊല്ലാൻ ഓടിച്ചിട്ട് അവിടെ അഭയം കൊടുത്തു. നമ്മൾ താമസിച്ച് ഉറക്കം വിളിച്ച് നോക്കി, പക്ഷെ അവരെ യോജിപ്പിച്ച് വിട്ടു. പിന്നെ അങ്ങനെ ഒത്തിരി കുടുംബ പ്രശ്നം, 10-17 പേര് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താനും നമുക്ക് അതിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രീ ഇല്ല, സമയം ഫ്രീ ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. പിന്നെ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ഉള്ളതല്ല സന്യാസം. പിന്നെ ഇവരൊക്കെ എന്നെ പഴയ സാരി ഉടുക്കുമ്പോഴൊക്കെ
അപ്പോൾ 18 വർഷമായ സാരിയൊക്കെ ഉണ്ട്. അപ്പം പറയും പുള്ളികൾക്ക് ഇത്രാച്ചനെ ഇപ്പോൾ പ്രസൻ്റ് ആക്കിയിരുന്നത് ഇത്രാച്ചൻ കോയമ്പത്തൂർ വെച്ച് 2 സാരി മേടിപ്പിച്ചു. എൻ്റെ കൂടെ വരുമ്പോഴത്തേക്കിന് മര്യാദയ്ക്ക് സാരി കൊടുത്തോണ്ടാവുള്ളൂ, കീറിയത് കൊടുത്തോണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ക്രിസ്മസിന്റെ കാലഘട്ടത്തിലാണ് ക്രിസ്മസും ഇതാണ് പറഞ്ഞത്, ഒരു ദാരിദ്ര്യത്തിന്റെ അല്ലെങ്കിൽ പുൽക്കൂട്ടിൽ പറന്ന ഒരു ഉണ്ണിയുടെ ആ ഒരു ഓർമ്മ നമ്മൾ പുതുക്കുമ്പോൾ ഈ ഒരു ക്രിസ്മസ് കാലത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ദരിദ്രരോടൊപ്പം അവർക്ക് വേണ്ടി ജീവിക്കാൻ, അവരെ കരുതാൻ, ആരുമില്ലാത്ത അനാഥരായിട്ട് നിൽക്കുന്ന കുട്ടികളെയൊക്കെ ചേർത്ത് പിടിക്കാനൊക്കെ ആയിട്ട് ഈ ലോകത്തിന് സമയമുണ്ടാവണം, മനസ്സുണ്ടാവണം. അതാണ് ഇന്ന് സിസ്റ്ററിൻ്റെ ഈ ഒരു ജീവിതവും ഈ ഒരു സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളുമെല്ലാം നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. ഒരുപാട് നന്ദി സിസ്റ്റർ, ഇത്ര നേരം ഞങ്ങളുമായി പങ്കുവച്ചതിന്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വലിയൊരു പ്രചോദനം നൽകിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സിസ്റ്റർ.